കാൽവരി കാൽവരി മാനവർക്കുയിർ കൊടുപ്പാൻ മനുവേൽ ദിനം ചൊരിഞ്ഞ കാൽവരി ആ കാൽവരി മണ്ണിലുള്ള മാല കെട്ടാൻ ഉന്നതൻ വലിയ നന്മ കാൽവരി കാൽവരി മാനവർക്കുയിർ കൊടുപ്പാൻ മനുവേൽ ദിനം ചൊരിഞ്ഞ കാൽവരി ആ കാൽവരി മാനവർക്കുയിർ കൊടുപ്പാൻ മനുവേൽ ദിനം ചൊരിഞ്ഞ കാൽവരി ആ കാൽവരി. മണ്ണിലുള്ള മാലകറ്റ ഉന്നതൻ വലിയ നന്മ കാൽവരി കാൽവരി മാനവർക്കുയിർ കൊടുപ്പാൻ മനുവേൽ ദിനം ചൊരിഞ്ഞ കാൽവരി ആ കാൽവരി. കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ വാർദ്ധക്യത്തിൽ ഇരിക്കുകയാണ്. കാലിനൊന്നും നല്ല സുഖമില്ല. നടക്കാനും വയ്യ. ഇന്നലെ പറഞ്ഞതുപോലെ പിന്നെ ഈ സുവിശേഷത്തിന്റെ താല്പര്യം കൊണ്ട് ഞാനിങ്ങനെ ഉന്തി നടക്കുകയാണ്. വിദേശ യാത്രകളെല്ലാം ക്യാൻസൽ ചെയ്ത് വിദേശയാത്രകളെല്ലാം മാറ്റിവെച്ച തുടർന്ന് ചില യോഗം നടത്താൻ ആഗ്രഹിക്കാൻ ചില യോഗങ്ങൾ നടത്താൻ താല്പര്യപ്പെടുന്നു. ഈ ദേശത്തുള്ള ഞാനിവിടെ സ്ഥാനപ്പെടുത്തിയ 250ഓളം പേര് ഇവിടെ ഉണ്ട്. ഞാനിവിടെ സ്ഥാനപ്പെടുത്തിയ 250ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. ചിലരൊക്കെ തെറ്റിപ്പോയിരിക്കാം. ചിലരൊക്കെ ഒരുപക്ഷെ തെറ്റിപ്പോയിട്ടുണ്ടാവാം. അതെനിക്ക് പ്രശ്നമില്ല, അതെനിക്ക് വിഷയമല്ല. എന്നാൽ ജീവിക്കുന്ന ദൈവമക്കൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇപ്പോഴും ഉണ്ട്. അവർ പലരും എന്നെ കാണാൻ വരികയായിരുന്നു. അവർ പലരും എന്നെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്ത്യയെ നമുക്ക് നേടേണ്ട ആവശ്യമിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയെ നമുക്ക് നേടേണ്ട ആവശ്യമുണ്ട്. ഭാരതം നമ്മുടെ സ്വന്തം വകയാണ്. ഭാരതം നമ്മുടെ സ്വന്തം ഭൂമിയാണ്. നമ്മൾ ഇറക്കുമതിയല്ല. നമ്മൾ ഇവിടുത്തെ ഇറക്കുമതിയല്ല. ഇറക്കുമതി ആരെന്നറിയാമോ? തോമസ് അപ്പോസ്തലനായിരുന്നു. തോമസ് അപ്പോസ്തലനായിരുന്നു. തോമസ് അപ്പോസ്തലൻ ഇവിടെ ഇറക്കുമതി വന്നപ്പോൾ തോമസ് അപ്പോസ്തലൻ ഇറക്കുമതിയായി വന്നപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം പെണ്ണ് കെട്ടിയില്ല. അദ്ദേഹം ഇവിടെ വന്ന് പെണ്ണ് കെട്ടിയില്ല. അദ്ദേഹത്തിന് കൊച്ചുമക്കളുമില്ല. ഹല്ലേലൂയ. അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു. അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായത്? പിന്നെ എങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായത്? ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ക്രിസ്ത്യാനി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് ഇവിടെ ഉള്ളവർ ക്രിസ്ത്യാനിയായതാണ്. നിരണം സൈഡിൽ ബ്രാഹ്മണന്മാർ എങ്ങനെ ഓം ഗ്രീം നമശിവായ ഓം നമോ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കോരി മേപ്പോട് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രാഹ്മണന്മാര് നിരണത്തിനടുത്ത് അവർ ഈ സൂര്യ നമസ്കാരത്തിന് വേണ്ടി വെള്ളം ജപിച്ച് മുകളിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം കീഴ്പോട്ട് വന്നുകൊണ്ടിരിക്കും. ആ വെള്ളം താഴോട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു. അതുവഴി ഒരു പ്രയാണം ചെയ്തു തോമസ് അപ്പോസ്തലൻ. യാത്ര പോവുകയായിരുന്നു. നമ്പൂതിരിമാർ പൂണൂരിട്ടുകൊണ്ട് ജപിക്കുകയാണ്. നമ്പൂതിരിമാർ പൂണൂരിട്ടുകൊണ്ട്
ലഭിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അപ്പൊ അത് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിൽക്കട്ടെ, നിർത്തുക, നിങ്ങൾ വെള്ളം കോരി മേപ്പോട്ട് അടിക്കുന്നു, നിങ്ങൾ വെള്ളം കോരി നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ മുകളിലോട്ട് ഒഴിക്കുന്നു, ആ വെള്ളം തിരിച്ചുകൊണ്ട് വെള്ളത്തിൽ വീഴുകയാണ്, ആ വെള്ളം തിരികെ ഈ വെള്ളത്തിൽ തന്നെ വീഴുന്നു. ഇതല്ല പരിപാടി, ഇതല്ല പരിപാടി. ഞാൻ സേവിക്കുന്ന എനിക്കൊരു ദൈവമുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തില്, ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇവിടുന്ന് വെള്ളം കോരി മേപ്പോട്ട് അടിക്കാം, ഞാൻ ഇവിടെ നിന്ന് വെള്ളം കോരി മുകളിലോട്ട് ഒഴിക്കും, ആ വെള്ളം അവിടെ നിൽക്കും, ആ വെള്ളം അവിടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഒഴിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ ഒഴിക്കാൻ പറഞ്ഞു. തോമസ് അപ്പോസ്തലൻ അവരോടൊപ്പം വെള്ളത്തിലിറങ്ങി. തോമസ് അപ്പോസ്തലൻ അവരോട് കൂടെ വെള്ളത്തിലിറങ്ങി. രണ്ട് കൈ കൊണ്ട് വെള്ളം കോരി, രണ്ട് കൈയും കൊണ്ട് വെള്ളം കോരി മേപ്പോട്ട് അടിച്ചു, മുകളിലോട്ട് ഒഴിച്ചു. ആ വെള്ളം കോരിയ വെള്ളം കുഴിഞ്ഞു ആ കിടക്കായിരുന്നു. വെള്ളം കോരിയ സ്ഥലത്ത് കുഴിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ അത് യഥാസ്ഥാനപ്പെട്ടില്ല. അത് പിന്നെ യഥാസ്ഥാനപ്പെട്ടില്ല. ഈ വെള്ളം മേൽപ്പോട്ട് നിൽക്കുകയാണ്. ഈ വെള്ളം മുകളിലോട്ട് നിൽക്കുകയാണ്. രാവണന്മാർ നമ്പൂരിമാരുടെ അടി പറഞ്ഞു പോയി, നമ്പൂതിരിമാരുടെ അടി പറഞ്ഞു പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ ചോദിക്കാണ്, അവർ ചോദിക്കുകയാണ്, ഇത് ഏത് നാമത്തിലാണ്? ഇത് ഏത് ദൈവത്തിന്റെ നാമമാണ്? Praise the Lord. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പേരെന്താണ്? ഈ ദൈവത്തിന്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞ വാക്കാണ്, അപ്പോൾ പറഞ്ഞ വാക്കാണ്, ഇതാണ് നസറേയനായ യേശുക്രിസ്തു. ഇതാണ് നസറായനായ യേശുക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാര്യം പറഞ്ഞു അവർ ആയുധം വെച്ച് കീഴടങ്ങി. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ആയുധം വെച്ച് കീഴടങ്ങി. ആ നമ്പൂരിമാരെ തോമസ് അപ്പോസ്തലൻ കീഴ്പ്പെട്ടു. തോമസ് അപ്പോസ്തലന് കീഴ്പ്പെട്ടു. അവർ ക്രിസ്ത്യാനിയായി. അവർ ക്രിസ്ത്യാനികളായി. അത് അന്നായിരുന്നു. അത് അന്നായിരുന്നു. 1903 ആ ഈ 2003 ഇന്നും അനേക ഹിന്ദുക്കൾ ഇതുപോലെ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുക. അനേക ഹിന്ദുക്കൾ ഇന്നും ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ അത്ഭുതം കണ്ടിട്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അത്ഭുതം കണ്ടിട്ട്. അതാണിപ്പോൾ പറഞ്ഞിരിക്കുന്ന പരിപാടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിപാടി. മതപ്രവർത്തനം പാടില്ല എന്ന്. മതപരിവർത്തനം പാടില്ലെന്ന്. ഹല്ലേലൂയ. Praise the Lord. ഇപ്പൊ ക്രിസ്ത്യാനി ന്യൂനപക്ഷമാണ്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ്. ഇങ്ങനെ മതപരം നടന്നാല്, ഇങ്ങനെ മതപരിവർത്തനം നടന്നാൽ ചില വർഷം കഴിയുമ്പോൾ ഇന്ത്യ നമ്മുടെ പിടിപെട്ടു പോകും. ഇന്ത്യ നമ്മുടെ ഭരണം വിട്ടുപോകും. അതിനുവേണ്ടി ഒരു പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. പ്രവർത്തനം സ്തംഭിപ്പിക്കാനായിട്ട്, സുവിശേഷ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ. എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു 10 വർഷം കിട്ടിയാൽ, ഞങ്ങൾക്കൊരു 10 വർഷം കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യയിൽ 55% ക്രിസ്ത്യാനിയാക്കും. ഞങ്ങൾ ഇന്ത്യയെ 55% ക്രിസ്ത്യാനികളാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തെല്ലാം പ്രശ്നം നേരിട്ടാലും, നിങ്ങൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലും, അന്ന് തോമസ് അപ്പോസ്തലന്റെ പ്രവർത്തനത്തില് 3 ബ്രാഹ്മണന്മാരെ ക്രിസ്ത്യാനിയായപ്പോൾ നിങ്ങൾ അവരെ വെട്ടിമുറിച്ച് അവരെ കൊന്നൊടുക്കിയിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. അന്ന് തോമസ് അപ്പോസ്തലന്റെ കാലത്ത് 2-3 നമ്പൂതിരി കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടിങ്ങോട്ട് വന്നപ്പോൾ അവരെ വെട്ടിമുറിച്ച് നിങ്ങൾ ഈ മാർഗം ഒതുക്കിയിരുന്നെങ്കിൽ അതുകൊണ്ട് തീരുമായിരുന്നു. പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, സായിപ്പല്ല ഇവിടെ പിന്നെ പ്രവർത്തിച്ചത് ഈ ബ്രാഹ്മണന്മാരാണ്. ബ്രാഹ്മണന്മാരെ ക്രിസ്ത്യാനിയാക്കി യാക്കോബ സമുദായമൊക്കെ ഉണ്ടായത്. പ്രിയമുള്ളവരെ, പിന്നെ സായിപ്പല്ല ഇവിടെ പ്രവർത്തിച്ചത്, ആ ബ്രാഹ്മണന്മാരാണ് ഇവിടെ സഭകൾ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഒറ്റ ക്രിസ്ത്യാനി ജനിച്ചിട്ടില്ല. ഒരൊറ്റ ആരാ നമ്മുടെ ക്ഷമിക്കണം, അല്ലെങ്കിൽ സുറിയാനിക്കാരൻ ജനിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു സുറിയാനിക്കാരൻ ജനിച്ചിട്ടില്ല. ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? സുറിയാനി ഇവിടെ ഉണ്ടാകുന്നു. ഇവിടെ സുറിയാനി ഉണ്ടാകുന്നു. ഈ സുറിയാനി എവിടെ നിന്നു? ഈ സുറിയാനി എവിടെ നിന്നു വന്ന? ബ്രാഹ്മണന്മാരുടെ കയ്യിൽ നിന്നാ വന്നത്. പഴയ ബ്രാഹ്മണന്മാരുടെ കയ്യിൽ നിന്നാണ് വന്നത്. ഇവര് പൊങ്ങി കിടക്കും ഞങ്ങൾക്ക് സുറിയാനിക്കാരാണെന്ന്. ഇവര് പൊങ്ങി കിടക്കാണ് ഞങ്ങൾ സുറിയാനിക്കാരാണ്. വെറുതെ പറയുക. ആശാരി ഉദ്ദേശിക്ക് ഒരു കൊച്ചു മോളുണ്ട്. ആശാരി ഉദ്ദേശിക്ക് ഒരു കൊച്ചുമോളുണ്ട്. അത് ആപ്പിളിന്റെ കളറാണ്. അത് ആപ്പിളിന്റെ കളറാണ്. അതൊരു 25 വർഷം കഴിയുമ്പോൾ അത് ഒറിജിനൽ സുറിയാനിയാവും. അത് 25 വർഷം കഴിയുമ്പോൾ ഒറിജിനൽ സുറിയാനിയാവും. ആശാരി ഊശാരിയൊക്കെ മാറും. ആശാരി ഈശാരിയൊക്കെ മാറും. ഇതുപോലെയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആരെന്നറിയാമോ? ഇപ്പൊ നമ്മളെല്ലാവരും ആരെന്നറിയാമോ? ദൈവത്തിന്റെ പൈതങ്ങളാണ്. ദൈവത്തിന്റെ പൈതങ്ങളാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. നിങ്ങൾ അങ്ങനെ അധികം വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. നിനക്കിതിനെ ചേർത്ത് നിർത്താൻ കഴിയുമോ? നിനക്കിതിനെ ഒന്ന് ചേർത്ത് നിർത്താൻ കഴിയുമോ? ഒരു കാര്യം പറയാം. ഞാനൊരു കാര്യം പറയാം. ആ പമ്പയിൽ നിന്ന് അടിച്ചു മുഴയ്ക്ക് മഴ പെയ്ത് അവൻ സകല കയവും ഇളകി അവൻ നല്ല ചുവചുവാട്ടി വെള്ളം ഇങ്ങോട്ട് വരിക. പമ്പയിൽ ഇങ്ങനെ നല്ല മഴക്കാലത്ത് ഇടിയും മഴയുമായിട്ട് വെള്ളം ഇങ്ങനെ ചുവചമായിട്ട് കയങ്ങളെല്ലാം ഇളക്കി മരിച്ചുകൊണ്ട് വരികയാണ്. മാന്നാർ വന്ന് കരയിളകി. പാലം താണ്ടിയപ്പോൾ അവൻ വള്ളക്കാരിലുള്ള അച്ഛന്മാരെ കൊല്ലി തൂമ്പിയും കൊണ്ട് എല്ലാം ചാടി. വള്ളക്കാരിയിലുള്ള അച്ഛന്മാരെ കൊല്ലി തൂമ്പയുമായിട്ട് പുറത്തു ചാടി. എടാ, നമ്മുടെ വരമ്പ് പൊളിയാൻ പോവുക. നമ്മുടെ വരമ്പുകളെല്ലാം പൊളിയാൻ പോവുകയാണ്. കണ്ട ഒന്നാകാൻ പോവുക. ഒന്നായി പോകാൻ പോവുകയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. അതുകൊണ്ട് ഇപ്പോ പെട്ടെന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് അണകെട്ടി നിർത്താം. നമുക്ക് ആഴത്ത് നിർത്താം. അണകെട്ടി നിർത്താമെന്ന് പറഞ്ഞു. കൊല്ലി തൂമ്പിയും കൊണ്ട് ചാടിയവരാണ് നിന്റെ കാര്യം.
കൊല്ലിത്തൂമ്പയും കൊണ്ട് പമ്പയ്ക്ക് അണകെട്ടാൻ പുറപ്പെട്ടതുപോലെയാണ് നിന്റെ കാര്യം. ഹല്ലേലൂയ. Praise the Lord. നീ ഇതിനു വേണ്ടി മുമ്പോട്ട് വരരുത്. നീ ഇതിനു വേണ്ടി മുന്നോട്ട് പോകരുത്. ഒരു ഗവൺമെന്റും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഈ ബൈബിളിനെ ഒതുക്കാനൊക്കത്തില്ല. ഈ വേദപുസ്തകത്തെ ഒതുക്കി നിർത്താൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആശാരി വിരൽ ചൂണ്ടി പറയാണ്. ആശാരി വിരൽ ചൂണ്ടി പറയാണ്. Praise the Lord. Praise the Lord. കഴിഞ്ഞ ആഴ്ച എന്റെ പയ്യന്മാരെ ഉപദ്രവിച്ചു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബൈബിൾ സ്കൂളിലെ സഹോദരന്മാരെ ഉപദ്രവിച്ചു. കുറെ ആശാരിമാർ ചേർന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. മൂന്നാം ദിവസമായപ്പോൾ റൂട്ടിൽ നിൽക്കുകയാണ്. റോഡിൽ നിൽക്കുകയാണ്. 12 മണിക്ക് ഞങ്ങളാരെങ്കിലും മോർണിംഗ് അടിക്കാനായിട്ട് പോകുന്നെങ്കിൽ അടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതിന് ഒക്കത്തില്ലല്ലോ. ഞങ്ങൾക്ക് അത് പറ്റിയില്ലല്ലോ. ഞങ്ങൾ വളർന്നിരുന്ന് പ്രാർത്ഥിച്ചു. പരിപാടി അത് എന്തായിരിക്കും അനുഗ്രഹം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെ ഈ പാവപ്പെട്ട ഉപദേശിമാരെ ഒറ്റ അടിക്ക് നീ കൊന്നാൽ അവൻ നേരെ തേപ്പാനോസിനെ പോലെ മേപ്പോട്ട് പോകും. പാവപ്പെട്ട ഉപദേശിമാരെ നീ ഒറ്റയടിക്ക് കൊന്നാൽ അവൻ രക്തസാക്ഷികളുടെ സിംഹാസനത്തിലേക്ക് ചെന്ന് വീഴും. തേപ്പാനോസിനെ പോലെ. നീ ഇവിടെ കിടന്ന് പോലീസുകാർ നിന്നെ എടുത്തിട്ട് നെയ്ക്ക് നിന്റെ മുടിയും വലിച്ചു കീറി നിന്നെ പിന്നെ 6 മാസം ഇട്ട് 3 വർഷം ഇട്ട് ഒടുക്ക നിന്നെ വിസ്തരിച്ച് നീ തോറ്റ് തൊപ്പിയടിച്ച് നീ പഴങ്കഞ്ഞി കുടിച്ചോണ്ട് പൂയപ്പുറം കിടക്കുമ്പോൾ ഈ ചത്ത ഊലേശി സ്വർഗത്തിൽ നിന്നും കൊണ്ട് അഴിച്ച് മിന്നുകയാണ്. നീ പിന്നെ ഇവിടെ പോലീസുകാരുടെ കയ്യിലും കോടതിയിലും ആ ഇടിയുകൊണ്ട് ബഹളമുണ്ടായി നിന്റെ കുടുംബവും നശിച്ച അവസാനം നീ സെൻട്രൽ ജയിലിൽ കിടന്ന് നശിക്കുമ്പോൾ ഈ ഉപദേശി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു സ്വീകരിക്കാൻ ആരും ഭയപ്പെടരുത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്നലെ പറഞ്ഞതുപോലെ ഏവനെ കിട്ടിയാലും സുവിശേഷം പറയണം. ആരെ കിട്ടിയാലും സുവിശേഷം പറയുക. അവനെ സ്നാനപ്പെടുത്തണം. നിങ്ങൾ പുറപ്പെട്ടു പോയി നിങ്ങൾ സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടും. ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് ദൈവം സൗഖ്യം കൊടുക്കും. അവർ രോഗിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ ദൈവം അവരെ സൗഖ്യമാക്കും. ഒരു സൗകര്യമാക്കി പറഞ്ഞല്ലോ. ഒരു സൗകര്യം നേരത്തെ സാക്ഷി പറഞ്ഞല്ലോ. വിടുതലുണ്ടാകാൻ പോവാണെന്ന്. അവർക്ക് ഇന്ന് രാത്രി വലിയ വിടുതലുണ്ടാകാൻ പോകാം. ഈ രാജ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേവദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ദൈവം എന്നോട് സംസാരിക്കുന്നത് സമാധാനമില്ലാത്ത അനേകർ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത അനേകർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. പലപ്പോഴും ആത്മഹത്യയ്ക്ക് വേണ്ടി രാത്രിയാമങ്ങളില് പല പ്രാവശ്യം എഴുന്നേറ്റ സഹോദരിമാരും ചില സഹോദരന്മാരും ഇവിടെ ഇരിപ്പുണ്ട്. ആത്മഹത്യയ്ക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും എഴുന്നേറ്റ സഹോദരിമാരും ചില സഹോദരന്മാരും ഇവിടെ ഉണ്ട്. ദൈവമേ എനിക്ക് ജീവിതം മതിയെന്ന് ഇന്ന് എനിക്ക് ജീവിതം മതിയെന്ന് നിർത്തിയിട്ട് മരിക്കാൻ ചാടി അനേകം ഇരിപ്പുണ്ട്. മരിക്കാൻ ആഗ്രഹിച്ച ചില വ്യക്തികൾ ഇവിടുന്ന് രാത്രി ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തിയോട് പറയാണ് നീ ഇന്ന് മരിക്കണ്ട. നീ ഇനി മരിക്കണ്ട. നീ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും നീ രക്ഷ പ്രാപിക്കും. നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയുടെ ദൂത് വരാൻ പോകുക. രക്ഷയുടെ ദൂത് നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. അതാണിപ്പോൾ ആ പാട്ട് പാടിയത്. അതുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. ഏത് പാട്ട്? എന്ന് ഞാൻ ഭയപ്പെടുത്തില്ല. ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ ഭയപ്പെടുകയില്ല. എല്ലാവർക്കും ചേർന്ന് ആ പാട്ട് കൈയടിച്ച് പാടാം. എല്ലാവർക്കും വീണ്ടും ആവർത്തിച്ച് ആ പാട്ട് തന്നെ ഒന്നുകൂടെ പാടാം. പാപം വിഷാദെന്നെ തൊടുകയില്ല. എന്നെ കാണുകയില്ല. അങ്ങ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.
മക്കളും കൂടെ ആ കുഞ്ഞുങ്ങളും ഭാര്യയും മക്കളും കൂടെ അപ്പനും ചേർന്ന് അങ്ങോട്ട് ഈപ്പിച്ച യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. നമ്മളെ രക്ഷിച്ചത് യേശുവിന്റെ സുവിശേഷമാണ്. ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകുമ്പോൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും മറന്നുകൊണ്ടിരിക്കുകയാണ്. മറക്കാൻ പാടില്ല. അങ്ങനെ മറക്കരുത്. കുടിലിരുന്ന് പ്രാർത്ഥിച്ചവർ കൊട്ടാരത്തിലായിട്ടുണ്ട്. കുടിലിരുന്ന് പ്രാർത്ഥിച്ചവർ കൊട്ടാരത്തിലായിട്ടുണ്ട്. ഒരു ഘട്ടത്തിലിരുന്ന് ഒരു നിലയിൽ രണ്ടിലായിട്ടുണ്ട്. ആ ഒരു കെട്ടിടത്തിൽ ഒരു നിലയിലിരുന്ന് പ്രാർത്ഥിച്ചവർ രണ്ട് നിലയിലായിട്ടുണ്ട്. ഇതെല്ലാം ഉയർച്ച ദൈവത്തിന്റെ പരിപാടിയാണ്. ഈ ഉയർച്ചകളെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിയതത്രേ. നീ മറക്കരുത്. അതുകൊണ്ട് ദൈവത്തെ നീ മറക്കരുത്. നമ്മുടെ യേശു രണ്ടാം പ്രാവശ്യം മടങ്ങി വരാൻ പോകുന്നു. നമ്മുടെ കർത്താവായ യേശു വേഗത്തിൽ രണ്ടാമതും മടങ്ങി വരാൻ പോകുന്നു. ഒന്നുകൂടെ ചൂണ്ടി പറയാം. ഇനി ഒന്നുകൂടെ വിരൽ ചൂണ്ടി പറയാം. ബൈബിളിന്റെ കാര്യം പറഞ്ഞു പോലെ, വേദപുസ്തകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അനേക മതഗുരുക്കന്മാർ ഭൂമിയിൽ വന്നു. അനേക മതഗുരുക്കന്മാരും തത്വശാസ്ത്രിമാരും ഭൂമുഖത്ത് വന്നു. ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ 18 മതം മുന്നേറി നിൽക്കുകയാണ്. ആ ഇന്ത്യയിൽ ഇപ്പൊ 18 മതങ്ങളുണ്ട്. അടിച്ചു മിന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 17 മതവും തള്ളിയിട്ട്, എന്നാൽ 17 മതങ്ങളെയും തള്ളിയിട്ട് നമുക്കൊരു മാർഗമെടുക്കാം. എന്താ പരിപാടി? ഈ 17 മതവും പറയാത്ത ഒരു കാര്യമാണ് ഈ ഒരു മാർഗം പറയുന്നത്. ഈ 17 മതങ്ങളും പറയാത്ത ഒരു കാര്യം, ഒരു മർമ്മമാണ് 18ാമത്തെ മാർഗം പറയുന്നത്. എന്താണ് മാർഗം? അതാണ് എന്ത് മാർഗം? ഞാനിതാ വേഗം വരുന്നു. ഞാൻ വേഗം വരുന്നു. ഞാനിതാ വേഗം വരുന്നു. ഞാൻ വേഗം വരുന്നു. ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ഇന്ത്യയെ വിറപ്പിച്ച കേരളത്തെ വിറപ്പിച്ച നാരായണ ഗുരുസ്വാമി മരിച്ചു. അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ട് പോയില്ല. ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. വെള്ളപ്പള്ളിയോട് ചോദിക്കാം. വെള്ളപ്പള്ളിയോട് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. 1 ലക്ഷം ബന്ധായം കെട്ടാം. 1 ലക്ഷം രൂപ ബന്ധായം വെക്കാം. ഞാനിതാ പോകുന്നു. ഞാൻ പോകുന്നു. നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അങ്ങനെ യേശുക്രിസ്തു മാത്രമല്ലാതെ ഒരൊറ്റ വ്യക്തികൾ ഞാൻ പോകുന്നു നിങ്ങളെ ചേർത്തുകളാണ് പറഞ്ഞിട്ട് ആരും പോയിട്ടില്ല. ലോക ചരിത്രത്തിൽ കർത്താവായി യേശുക്രിസ്തു അല്ലാതെ ഞാൻ പോകുന്നു മടങ്ങി വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് ചേർത്തുകൊള്ളാമെന്ന് മറ്റ് ഒരു മതഗുരുക്കന്മാരും പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല. അതാണ് ദൈവമക്കളുടെ തന്റെ ഇടം. ആശായുടെ വൈരാഗ്യ മതമാണ്. ആശായുടെ വൈരാഗ്യ മതത്തെ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുന്ന ഈശ്വരമാവ് പറഞ്ഞിട്ടില്ല. എങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. നിങ്ങൾ ഭയപ്പെടണ്ട. ഗലീലാപുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് വിശ്വസിക്കുന്നു. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരും. ഞാൻ മടങ്ങി വരും. അതാണ് യേശുക്രിസ്തുവിന്റെ ദൈവമക്കൾ പ്രസംഗം. യേശുവിന്റെ മടങ്ങി വരവാണ്. അതുകൊണ്ടാണ് ദൈവജനത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മതിപ്പ്. എങ്ങനെ മടങ്ങി വരും? ഈ രാജാക്കന്മാരും ഭരണകൂടം തകർന്നു പോകും. ഈ രാജാക്കന്മാരുടെ സകല ഭരണകൂടങ്ങളും തകർന്നു പോകും. രാജാക്കന്മാരുടെ അഡ്രസ് കാണത്തില്ല. കാണുകയില്ല. അവരെ തൊണ്ടി കാണത്തില്ല. വേരോടെ പറഞ്ഞു പോകും. നീതിയോടെ വരിച്ചു രാജാവ് വരാൻ പോകും. രാജാവ് നീതിയോടെ മടങ്ങി വരും. അത് യേശുക്രിസ്തുവാണ്. അത് കർത്താവായ യേശുക്രിസ്തുവേ. അത് രാജാവിന്റെ രാജാവാണ്. അവൻ രാജാവിന്റെ രാജാവാണ്. നേതാക്കന്മാരുടെ നേതാവാണ്. അവൻ നേതാക്കന്മാരുടെ നേതാവാണ്. അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അവന്റെ വരവിന് വേണ്ടി മാത്രം കാത്തിരിക്കാം. ആ വിഷയം വെച്ചുകൊണ്ട് കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 37-ഉം 38-ഉം ഇന്ന് രാത്രി നമ്മുടെ സന്തുലനത്തേക്ക് വേണ്ടി വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. മനുഷ്യപുത്രന്റെ വരവ് എന്താണ് വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? യേശു വന്നു. യേശു ഒരിക്കൽ വന്നു. അവൻ കയറിപ്പോയി. രണ്ടാമത് വരികയാണ്. ഈ വരവിന്റെ തെളിവെന്നറിയാമോ? ഭൂലോകത്തിൽ വന്നിട്ടുള്ള മതഗുരുക്കന്മാരില് പ്രവാചകന്മാരില് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പോയ ഒരു മഹാൻ, ഒരു പ്രവാചകൻ, ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. യേശു മടങ്ങി വരുമെന്നുള്ളതിന് ഏക തെളിവെന്നറിയാമോ? ലോക ചരിത്രത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട്
ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ ഞാൻ മടങ്ങി വരും എന്ന് വാഗ്ദാനം ചെയ്തത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. Praise the Lord. എന്താണ് തെളിവ്? എന്താണ് തെളിവ്? യേശുക്രിസ്തു എപ്പോ വരും? യേശു എപ്പോൾ വരും? കാര്യം പറയാം. യേശുവിന്റെ ഈ സദ്വർത്തമാനം എല്ലാ രാജ്യങ്ങളിലും പറന്നു പിടിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം സർവ്വ ലോകത്തിലും പ്രസംഗിക്കപ്പെടും. ഇപ്പൊ ഇന്ത്യക്കാർ പറയുകയാണെങ്കിൽ ഭാരതമാണെന്ന്, ഇന്ത്യക്കാരി പറയുന്നു ഭാരതമാണെന്ന്, ഇത് രാമരാജ്യമാണെന്ന്. രാമരാജമാണെന്ന്. ഞാനതിന് പണങ്ങാൻ പോകുന്നില്ല. അതിന് ഞാൻ എതിര് പറയുന്നില്ല. ആരെ രാജ്യമായിരുന്നാലും ഇത് ആരുടെ രാജ്യമായാലും ഇന്ത്യയിൽ ഉടലെടുക്കും ക്രിസ്തുമാർക്കം. ഇന്ത്യയിൽ ക്രിസ്തുമാർഗം ഉടലെടുക്കും. ഹല്ലേലൂയ. മനുഷ്യൻ എവിടെ പാർക്കുന്നോ, മനുഷ്യൻ മണ്ണിൽ എവിടെ പാർക്കുന്നുവോ അവിടെ എത്തിയിരിക്കും. അവിടെ സുവിശേഷം എത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആര് ചെറുത്താലും ഒക്കത്തില്ല. ആര് ചെറുത്താലും നിൽക്കുകയില്ല. ചന്ദ്രമണ്ഡലത്തില് 15 പേര് അവിടെ താമസിക്കേണ്ട ഒരു വഴി ചിലപ്പോ തുറന്നു കൊടുത്താൽ ആമേൻ 16ാമത് ഒരു ഉപദേശം അവിടെ ഇറങ്ങും. ഏതെങ്കിലും കാരണവശാൽ ചന്ദ്രമണ്ഡലത്തിൽ ഒരു 15 കുടുംബം താമസിക്കാനുള്ള അവസരം ഉണ്ടായാൽ അവിടെ പെന്തക്കോസ്ത് പാസ്റ്റർ അവിടെ കാണും. പിന്നെയാണ് ചോട്ടാ നീ. പിന്നെയാണ് ചോട്ടാ നീ. ഹല്ലേലൂയ. Praise the Lord. ദൈവമക്കൾ ആരും ഭയപ്പെടരുതെന്ന്. ഇപ്പൊ പോയ കൂട്ടത്തും പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു. ആമാ ദൈവമക്കൾ ആരും ഭയപ്പെടരുത്. ദൈവമക്കൾ ആരും ഭയപ്പെടരുത്. നമ്മളായിട്ട് ഓലപ്പാമ്പിട്ട് മേടിക്കും. നമ്മളെ ഓലപ്പാമ്പിട്ട് ഓടിക്കും. ഹല്ലേലൂയ. Praise the Lord. ദൈവം നോക്കിക്കൊള്ളും. അതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഇത് ചക്കര പോലെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ശർക്കര പോലെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നീ പോക്ക്, ഒന്നുകിൽ നീ നിന്റെ അവസാനം, അല്ലെങ്കിൽ നീ ഞങ്ങളെ കൂട്ടത്തിൽ കൂടും, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂട്ടത്ത് കൂടും. ഇതേ ഉള്ളു വരുവാ. അതാണ് അതിന്റെ അവസാനം. രണ്ടിലൊന്നേ ഉള്ളൂ. രണ്ടിൽ ഒന്നേ ഉള്ളൂ. Praise the Lord. ഹല്ലേലൂയ. നീ ഇങ്ങോട്ട് വരാമെങ്കിലേ നിനക്ക് ഇങ്ങോട്ട് വരാമെങ്കിൽ ഞാൻ കൂടെ പറയുന്ന ഒരു കാര്യം, ഞാൻ കൂടെ പറയുന്ന ഒരു കാര്യം, ഈ ഒരു MA കാരന്മാര് പിന്നെ MBA ഡോക്ടർമാര് എഞ്ചിനീയേഴ്സ് ഒക്കെ ഇത്തിരി ആശാരിമാർ ഇന്ത്യയിലുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും MCAക്കാരും MBAക്കാരും ഒക്കെ ഒത്തിരി ആശാരിമാർ ഇന്ത്യയിലുണ്ട്. ഞാൻ 3ാം ക്ലാസ് തോറ്റവനാ. ആശാരി ഉദ്ദേശി 3ാം ക്ലാസ് തോറ്റതാണ്. എനിക്ക് ABCD അറിയാൻ പാടില്ല. എനിക്ക് ABCD അറിയാൻ വയ്യ. ഈ എഞ്ചിനീയർമാരൊക്കെ ആശാരിമാരുടെ കിടന്നിട്ട് ഒരുത്തൻ അമേരിക്കയുടെ ഒരു പൂട കണ്ടിട്ടില്ല. ഈ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആശാരിമാർ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇവരാരും അമേരിക്ക കാണുന്നില്ല. 3ാം ക്ലാസ് തോറ്റ ഞാനുണ്ടല്ലോ. 3ാം ക്ലാസ് തോറ്റ ഞാനുണ്ടല്ലോ. എങ്ങനെ അമേരിക്ക ചാടി? എങ്ങനെ അമേരിക്കയിൽ ചാടി? നിന്നെപ്പോലെ ഞാനും ഇവിടെ കിടന്നിരുന്നെങ്കിൽ, ഈ വേദോത്സവം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ ഞാൻ നിന്നെപ്പോലെ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഈ വേദ പുസ്തകം എന്റെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ ഞാനും നിന്നെപ്പോലെ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഞാൻ എങ്ങനെ വെളിയിൽ ചാടി? ഞാൻ എങ്ങനെ പുറത്ത് ചാടി? കാര്യം പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പുറപ്പെട്ടു പോകും ശക്തി ലഭിച്ചിട്ട്, നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും സമരിയയിലും ഭൂലോകത്തിന്റെ അറ്റമ്പോളം പോകണം. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ കടന്നു ചെല്ലണം. അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി അല്ല. അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി അല്ല. എവിടെ രാജ്യമുണ്ടോ, ലോകത്തിൽ എവിടെ രാജ്യമുണ്ടോ അവിടെ ഇതും എവരെയും കൊണ്ട് പോയാൽ അവിടെ വേദപുസ്തകം കൊണ്ട് നിങ്ങൾ പോയാൽ മതി. വേദോസം നിന്റെ കയ്യിൽ നിന്ന് അറിയാം. വേദപുസ്തകം നിന്നോട് കൂടെ ഉണ്ടായിരുന്നാൽ മതി. അവൻ നിന്നെ നടത്തിക്കൊണ്ട് പോകും. അവൻ നിന്നെ നടത്തിക്കൊണ്ട് പോകും. അതാണ് പരിപാടി. നീ പോകത്തില്ല. നീ പോവുകയില്ല. ഇവിടെ ജമ്പടിക്കത്തേ ഉള്ളൂ. നീ ഇവിടെ കിടന്നേ ഉള്ളൂ. നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്. ഹല്ലേലൂയ. എന്നെപ്പോലെ പറക്കാം. വലിയ വലിയ കൗൺസിലിൽ പ്രസംഗിക്കാം. അമേരിക്കയിൽ UNOയിൽ പ്രസംഗിച്ച 8-9 പേരാണ്. അമേരിക്കയിൽ UNOയിൽ പ്രസംഗിച്ച 9 പേരാണ്. ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പിന്നെ കൃഷ്ണമേനോൻ, പിന്നെ നമ്മുടെ അമൃതാനന്ദമയി, ആചാര്യ ഉദേശി. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ വയ്യ. ഞാൻ ഒരു വെള്ള കാർഡ് വലിച്ചു കയറി. ഞാനൊരു വെള്ള കാർഡ് വലിച്ചു കയറി. അതിന് ക്യാപിറ്റൽ അക്ഷരത്തില് എഴുതി. അതിന് ഇംഗ്ലീഷില് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി. വേറെ ഒരുത്തനെ കൊണ്ട് എഴുതിച്ചു. വേറെ ആളിനെ കൊണ്ട് എഴുതിച്ചു. ഞാൻ അത് പിൻ ചെയ്തു. ഇവിടെ അത് ഞാനിവിടെ പോക്കറ്റിൽ പിൻ ചെയ്തു. അത് എഴുതിയെന്നറിയാമോ? എഴുതിയതെന്ന് അറിയാമോ? ഇംഗ്ലീഷ് ഐ ഡോണ്ട് നോ. ഇംഗ്ലണ്ടിൽ പോയി ഇരിക്കുക. അങ്ങനെ ഈ ബോർഡും കൊണ്ട് ഇംഗ്ലണ്ടിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹിബ് ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് വന്നു. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മൈ നെയിം BVS. പക്ഷേ പറഞ്ഞേക്കാം. ഇയാൾ ചോദിച്ചു ഇംഗ്ലീഷില് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പേരെന്തെന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. വായിക്കാത്ത വെച്ചോണ്ടാ പറയുന്നത്. വായിക്കകത്ത് വെച്ചോണ്ട് പകുതിയാണ് പറയുന്നത്. എനിക്കവിടെ അറിയാനാ. എനിക്കവിടെ അറിയാൻ. ഞാൻ പറഞ്ഞു
ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഞാൻ എന്റെ പോക്കറ്റിലെ ബോർഡ് കാണിച്ചു കൊടുത്തു. അത് വായിച്ചപ്പോൾ ഇംഗ്ലീഷ് ഐ ഡോണ്ട് നോ, ആ ഇംഗ്ലീഷ് എനിക്കറിയില്ല. അയാൾ സോറി പറഞ്ഞു. അദ്ദേഹം സോറി പറഞ്ഞു. ഞാൻ മദ്രാസി. അദ്ദേഹം ആശാരി ഉദ്ദേശി പറഞ്ഞു ഞാൻ മദ്രാസിയാണ്. അപ്പോൾ ഉടനെ തമിഴിനെ കൊണ്ടുവന്നു. അപ്പൊ തമിഴനെ കൊണ്ടുവന്നു. എന്തെയാ സമാചാരം? അദ്ദേഹം ചോദിച്ചു എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. എനിക്ക് ഇംഗ്ലീഷ് ശരിയാതെ. ഇംഗ്ലീഷ് എനിക്കറിയില്ല. എപ്പോഴാണ് കയറ്റിവിടെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നെ കയറ്റിവിടാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് പ്ലെയിനിന്റെ അകത്ത് കൊണ്ടിരുത്തി അവിടുത്തെ ആളെ വിളിച്ചുകൂട്ടി ഇവൻ ഇന്ന രാജ്യത്ത് ഇറക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഉള്ളാസ് കാപ്പിയും കിട്ടി. ആ തമിഴൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ കയറേണ്ട ഫ്ലൈറ്റിൽ എന്നെ കയറ്റി എന്റെ സീറ്റിൽ കൊണ്ടിരുത്തിയിട്ട് പ്ലെയിനിൽ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പിയും വാങ്ങിച്ചു കൊടുത്തു. എന്റെ അസ്ഥിയും മാംസമാകുന്ന MA കാരനും FRS കാരനും എഞ്ചിനീയർമാരും ഇവിടെ കിടന്ന് വട്ടം കിടക്കുമ്പോൾ ഇംഗ്ലീഷ് ഐ ഡോണ്ട് നോ അമേരിക്കയിൽ ചെന്ന് യുഎൻഒയിൽ വാദിക്കുകയാണ്. എനിക്ക് രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ അനേകം ആശാരിമാര് ഇവിടെ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആശാരി ഉപദേശി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നു. അതിന്റെ ഫോട്ടോ ഉണ്ട്, അതിന്റെ വീഡിയോ ഉണ്ട്. എന്റെ അനുഭവസാക്ഷ്യ പുസ്തകം വായിക്കുമ്പോൾ കാണാം. അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം. ആശാരി ഉപദേശി യേശുക്രിസ്തുവിന്റെ ധീരപടയാളി. ഒരു അബദ്ധം പറ്റിപ്പോയി ക്ഷമിക്കണം. ഇവിടെ ഞാൻ മുണ്ടത്താനത്ത് സ്നാനപ്പെടുത്തിയത് പേരുമില്ല സ്ഥലവുമില്ല ഇതിനകത്തില്ല. മുണ്ടക്കയത്ത് സ്നാനപ്പെട്ടവരുടെ എണ്ണവും പേരും ഒന്നും ഇതിനകത്തില്ല. ദൈവത്തിന് സ്വന്തം. അടുത്തൊരു പുസ്തകം ഇറങ്ങാൻ പോകുക. മറ്റൊരു പുസ്തകം വർക്ക്ഷോപ്പിലാണ്. അതിന്റെ പേര് അമ്മ ഏഷ്യയിലെ ഏലിയാവ് അല്ലെങ്കിൽ പി വി ആശാരി. അത് ഇറങ്ങാൻ പോവുകയാണ്. അതപ്പം നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അതിവിടെ വരാൻ പോയി ആ ഇവിടുത്തെ കാര്യം എഴുതിക്കാം. ആ പുസ്തകത്തിൽ നിങ്ങളുടെ ഇവിടുത്തെ റിപ്പോർട്ട് ഉണ്ടാവും. നല്ലൊരു ജനക്കൂട്ടം ഇവിടെ ഉണ്ട്. ഞാൻ ചിന്തിച്ചത് ഞാൻ ഓടി നടന്ന് പ്രസംഗിച്ചപ്പോഴും ആള് കുറവില്ല. ഇപ്പൊ ഞൊണ്ടി വന്നപ്പോഴും ആളിന് കുറവില്ല. ആൾക്കൂട്ടമുണ്ട്. ഞാൻ വിചാരിച്ച ഇന്നലെ ഞൊണ്ടനെ കണ്ടപ്പോൾ പെണ്ണു സൗകര്യന്മാരൊക്കെ പറഞ്ഞു ഈ ഞൊണ്ടന്റെ കാര്യം എന്താണോ അതിന് പോക്കണില്ല. ഞാൻ മരുന്നിൽ പെണ്ണ് ഞാൻ വീട്ടിൽ ഇരിക്കുമെന്നായിരുന്നു എന്റെ അഭിപ്രായം. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് സഹോദരിമാരൊക്കെ ഈ ഞൊണ്ടന്റെ വാക്കൊന്നും ഇനിയിപ്പോ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എനിക്കിവിടെ വലിയ ഇഷ്ടപ്പെട്ടത്. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടത് ചെറുപ്പക്കാരോട് ഇറങ്ങിയിട്ടുണ്ട്. കുറെ യൗവനക്കാരിവിടെ ഉണ്ട്. അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. നിങ്ങൾ എന്ത് പ്രോത്സാഹനം കൂടെ അവർ അനുഗ്രഹിക്കും. നിങ്ങൾ എന്ത് പ്രോത്സാഹനം അവർക്ക് കൊടുക്കുന്നോ അതിൽ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മന്ത്രികാരനല്ല. മന്ത്രികാരന്മാർ ചേർന്ന് ഡബിൾ വേസ്റ്റ് കാലിന്റെ കണ്ണുവരെ ഉടുത്തുകൊണ്ട് ആലപ്പുഴ വെച്ച് മന്ത്രികാരന് മരുന്ന് വിറ്റു. മന്ത്രികാരന്മാർ ചേർന്ന് കാല് കണ്ണുവരെയും നീട്ടി ഡബിൾ വേസ്റ്റ് ഉടുത്തുകൊണ്ട് ആ മന്ദിന് മരുന്ന് വെച്ചു. ഇഞ്ചി പഞ്ചെടുക്ക കാണിക്ക തെറ്റിപ്പൂവേ തിരുമധുരം കൊണ്ട് കഷായം വിട്ട് വേറെ കുടിപ്പും പറഞ്ഞ ഒരു കുപ്പിക്കകത്തുകൊണ്ട് ഈ മന്ദന്മാർ ചേർന്ന് കച്ചവടം അവിടെയുള്ള മന്ദന്മാരെല്ലാം ഇടിച്ചങ്ങ് വാങ്ങിക്കാണ് മരുന്ന്. മന്ദന്മാരെ ചേർന്ന് ഒരു വലിയ മരുന്നുണ്ടാക്കി അവിടെ വെച്ച് മന്ദിനെ കുറിച്ച് വലിയ പരസ്യമൊക്കെ പറഞ്ഞ് മന്ദിന് മരുന്ന് വിൽക്കുകയാണ്. ഭയങ്കര വിൽപ്പനയാണ്. ഗ്രഹപ്പഴയ്ക്ക് ഒരു മന്ദന്റെ തുടയിൽ കയറി ഒരു നീര് കടിക്കും. അപ്പോഴത്തേക്ക് ഗ്രഹപ്പഴയ്ക്ക് ഒരു മന്ദന്റെ തുടയിൽ കയറി ഒരു നീര് കടിച്ചു. നീര് കടിച്ചപ്പോൾ യവൻ ഈ ഡബിൾ വേസ്റ്റ് അങ്ങോട്ട് വലിച്ചു പൊക്കി. അപ്പോഴത്തേക്ക് ഈ ഡബിൾ വേസ്റ്റ് ഒന്ന് പിടിച്ചു പൊക്കി. കാണാമോ ആനക്കാല് പോലെ മന്ദൻ. അവന്റെ കാല് കണ്ടപ്പോൾ ആനക്കാലിനേക്കാൾ വലിയ കാല്. മന്ദന്മാരുടെ ഇത് നമ്മളെ കളിപ്പിക്കാൻ വന്നതാണ്. ഇവൻ മന്ദനാണ്. ഇവന് സുഖമായിട്ടില്ല. ഇവൻ ഇതുവരെ സൗഖ്യം വന്നിട്ടില്ല. അടിയങ്ങ് തുടങ്ങി. അവിടെ അടിയങ്ങ് തുടങ്ങി. അവന്റെ പെട്ടിയും ചവിട്ടി പൊട്ടിച്ച് കുപ്പിമാർ കൂടെ കുപ്പിമാര് ദൂരെ കഴിഞ്ഞു. ഞാൻ എന്തിനാ ഈ കാര്യം പറഞ്ഞു? ഞാനിത് എന്തിനു പറഞ്ഞു? എന്റെ കാര്യം പറഞ്ഞതാണ്. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഒന്ന് സ്പർജൻ 2 രാജൻ. ഒരുത്തൻ എഞ്ചിനീയർ, ഒരുത്തൻ ഡോക്ടർ. പണമുണ്ട്, പഠിപ്പിക്കാൻ കഴിവുണ്ട്, പഠിക്കാൻ തന്റെയുമുണ്ട്, പഠിക്കാനുള്ള സാമർഥ്യമുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ആക്കിയിട്ട് ഒന്നിനെ അമേരിക്കൻ എഞ്ചിനീയർ, ഒന്ന് ഗൾഫിലെ എഞ്ചിനീയർ. ഞാൻ ഇവിടെ വന്നിരുന്ന് പറയാണ്, പ്രിയപ്പെട്ട നാട്ടുകാരെ കൊയ്ത്ത് വളരെ ഉണ്ട്. അടുത്ത് പ്രിയപ്പെട്ട നാട്ടുകാരെ കൊയ്ത്ത് വളരെ ഉണ്ട്. സത്യം വേലക്കാരോ ചുരുക്കം. വ്യക്തികൾ
കല്ലെടുത്ത് എന്റെ മോന്തക്കറിയണം. വെട്ടുകല്ലെടുത്ത് എന്റെ മോന്തക്കറിയണം. ഓടറ കള്ളാന്ന് പറയണം. ഓടറ കള്ളാന്ന് പറയണം. എനിക്ക് 4 മക്കളുണ്ട്. എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കളും സുവിശേഷ വയലിലാണ്. 4 മക്കളും സുവിശേഷ വയലിലാണ്. ഞങ്ങൾ സ്വോത്രക്കാഴ്ച ജീവിച്ചോളാം. ഞങ്ങൾ സ്വോത്രക്കാഴ്ചയെടുത്ത് ജീവിച്ചോളാം. അത് മതി, അത് മതി. ദൈവം വലിയവനാണ്. ദൈവം വലിയവൻ തന്നെ. എന്റെ 4 കുഞ്ഞുങ്ങളുടെയും ഞകര മുതൽ തലവരെയും സ്വോത്രക്കാഴ്ചയാണ്. എന്റെ 4 മക്കളുടെയും നഖം മുതൽ തലമുടി വരെയും സ്വോത്രക്കാഴ്ചയുടെ പൈസയാണ്. സമയമില്ല. എങ്കിൽ പോലും ഇളയ മോനെ കൊണ്ട് ഒരു ഡ്രം നടിപ്പിക്കായിരുന്നു. എങ്കിൽ എന്റെ ഇളയ മകനെ കൊണ്ട് ഡ്രം നടിപ്പിക്കാമായിരുന്നു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിനും സംഭവിക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലുമായി തീരും. എന്താണ് സംഭവിച്ചത്? നോഹ പെട്ടകത്തിൽ കയറുന്ന ദിവസം വരെയും, നോഹ പെട്ടകത്തിൽ കയറിയ ദിവസം വരെയും ഇവർക്ക് 3-4 ജോലിയാണ്. ഇവർക്ക് 3-4 ജോലി ഉണ്ടായിരുന്നു. തിന്നുക, കുടിക്കുക, വിവാഹത്തിന് കൊടുക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് എടുക്കുക. ഇതായിരുന്നു ഒരു പരിപാടി. ഇതായിരുന്നു ഇവരുടെ പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം നോഹയെ കണ്ടത്. സ്വർഗത്തിലെ ദൈവം നോഹയെ നോക്കിയത്. നോഹയെ വിളിച്ചു പറഞ്ഞു. നോഹയെ വിളിക്കേണ്ട പ്രധാന കാരണം എന്താണ്? നോഹയെ വിളിക്കേണ്ട പ്രധാന കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായം 11-12 വായിക്കാം. 11-12 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നോഹയെ ദൈവം വിളിച്ചു. എന്തുകൊണ്ട് ദൈവം നോഹയെ വിളിച്ചു? നോഹ ഉണർത്തേണ്ട കാരണം എന്താണ്? നോഹയെ പ്രവർത്തിച്ചതിന് കാരണം എന്താണ്? എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കി. ദൈവം ഭൂമിയെ നോക്കി. ദൈവത്തിന്റെ മുമ്പാകെ ഭൂമി ചീരികെട്ടുപോയി. ദൈവത്തിന്റെ മുമ്പിൽ ഭൂമി നശിച്ചുപോയി, വഷളായിപ്പോയി. അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഇവനെങ്ങനെ വിടാൻ പാടില്ല. ഇപ്പോഴത്തെ കാര്യം പോലെ കണ്ടോ, ഗറില്ലകൾ ഒരു പാർട്ടി, പിന്നെ ഭീകരന്മാർ ഒരു പാർട്ടി, മറ്റൊരു പാർട്ടി. കപ്പലിൽ കയറി വെടിവെക്കുക, കപ്പലിൽ കയറി കൊള്ളയടിക്കുന്നു, ട്രെയിനിൽ കയറി വെടിവെക്കുക, ട്രെയിനിൽ കയറി വെടിവെക്കുക, ട്രെയിനിൽ കയറി കൊള്ളയടിക്കുന്നു, മറ്റൊരു കുത്തിക്കൊല്ലുക. എന്തോ ഒരു ബഹളം, എത്ര ബഹളം. ഹല്ലേലൂയ. മിടുക്കന്മാരെയൊക്കെ തലകുരിപ്പിക്കുന്ന സമയമാണ് ഇപ്പോൾ. മിടുക്കന്മാരെ തലകുരിപ്പിക്കുന്ന സമയമാണ് ഇപ്പോൾ. ബുഷ് പറഞ്ഞു ലോകം എവിടെയെങ്കിലും അനങ്ങിയാൽ ബുഷിന്റെ മേശപ്പുറത്ത് കാണാം. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ചലനം ഉണ്ടായാൽ അത് ബുഷിന്റെ കമ്പ്യൂട്ടർ മേശപ്പുറത്ത് വെളിപ്പെടുത്തും. ഒരു മാവല വീണാൽ കൂടി അറിയും. വൈറ്റ് ഹൗസിൽ ഒരു മാവല വീഴാൻ പോവുകയാണെങ്കിൽ അത് അവിടെ നിന്ന് വരുമ്പോ തന്നെ കാണാം. അവന്റെ ഏറ്റവും വില കൂടിയ അവന്റെ ക്രാപ്പിനെ ഉണ്ടല്ലോ, ഈ തുലുക്കന്മാരെ കുറിച്ചായിരുന്നു അടുത്തങ്ങ് താഴെ കിടന്നു. വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ഈ തുലുക്കന്മാർ ചേർന്ന് അടിച്ചങ്ങ് താഴെ ഇട്ടു. ബുഷ് അവിടെ പോയി. ബുഷ് കണ്ടില്ലേ? എവിടെയാണ് നിന്റെ മേശ എവിടെ? നീയൊന്നും പൊങ്ങണ്ട. നിന്നെ പൊങ്ങിയാൽ താഴ്ത്താൻ ഞങ്ങളുടെ ദൈവം കൊണ്ട് പൈസയാണ്. നീ നിന്നെ തന്നെ ഉയർത്തിയാൽ നിന്നെ താഴ്ത്തുന്ന ദൈവമുണ്ട്. അമേരിക്കയിൽ വീണ്ടും അടിവരാൻ പോവുകയാണ്. അമേരിക്കയിൽ ഇനിയും വീണ്ടും അടിവരാൻ പോവുകയാണ്. കാരണം അമേരിക്ക മാനസാന്തരപ്പെടണം. ഡോക്ടർ ബില്ലിഗ്രാം പറഞ്ഞു. കോടിക്കണക്ക് പണം ചെലവഴിച്ച അമേരിക്കയില്, കോടിക്കണക്കിന് പണം ചെലവഴിച്ച ഈ അമേരിക്കയിൽ ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഈ നേതാക്കന്മാരാരും മനം തിരുമ്പുന്നില്ല. മാനസാന്തരപ്പെടുന്നില്ല. എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും ഭയമാണ്. ഏവന്റെ മണ്ടയിൽ ബോംബ് വീഴുമെന്ന്. ആരുടെ മണ്ടയിലാണ് ബോംബ് വീഴുമെന്ന്? ഞങ്ങൾക്കൊരു പേടിയില്ല, ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുപോലെ റഷ്യ പറഞ്ഞു, ഞങ്ങളാണ് ഒന്നാമത്തെ ആളുകൾ, ഞങ്ങളാണ് ഒന്നാമത്തെ ശക്തി. ഇവൻ പാവപ്പെട്ട അച്ഛന്മാരെ അടിച്ചിറക്കിയിട്ട് അവന്റെ കത്തോലിക്ക പള്ളിയുമെല്ലാം അവരെ ഗോഡമുണ്ടാക്കി മാറ്റി. ഇവർ അച്ഛന്മാരെയും പച്ചക്കാരെയും എല്ലാം പുറത്താക്കിയിട്ട് പള്ളികളെയെല്ലാം പാർട്ടി ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളുമാക്കി മാറ്റി. അവൻ അവസാനം അവൻ തണ്ടി. പോലീസിന് കൊടുക്കാൻ പൈസ ഇല്ല. കൊടുക്കാൻ അതുകൊണ്ട് കുറുക്ക് വഴി പ്ലെയിൻ കയറി രാജസ്ഥാനിൽ വന്നു. നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു. ജീവിക്കാൻ നിവൃത്തിയില്ല. 5-6 ഗോതമ്പ് വന്ന് കുറെ ഗോതമ്പ് തരണമെന്ന് ലോകത്ത് കുടിവത്തി വാഴിയ റഷ്യയിലെ മന്ത്രിമാരെന്ന് വാവിട്ട് കേട്ടു. നമ്മുടെ ഗോതമ്പ് ലോകത്തിൽ കൊടികുത്തി 1-ാം സ്ഥാനക്കാരാണെന്ന് കൊടികുത്തിയ റഷ്യക്കാര് ഇന്ത്യയോട് കടം വാങ്ങി.
വാങ്ങിച്ചു. അവർ കൊടുക്കാൻ പറഞ്ഞു. ആ കട ഇതുവരെ ഇന്ത്യക്ക് വേണ്ടിയിട്ടില്ല. അതുപോലെ ഇന്ത്യക്കാരോട് ഞാൻ പറയാണ്, ആന്റണിയോട് ഞാൻ പറയാണ്, നിങ്ങൾ 5 പൈസ കടം വാങ്ങിക്കരുത്. കടം മാറ്റി നമ്മുടെ രാജ്യം ഗവൺമെന്റ് കൊണ്ടുപോകും. കടം വാങ്ങിച്ചാൽ നമ്മുടെ രാജ്യം ഇനിയും മറ്റുള്ളവർ കൊണ്ടുപോകും. നമുക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാം. അതാണ് ഞങ്ങൾ കടം മേടിക്കത്തില്ല. വിശ്വാസ ജീവിക്കും. ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ എടുത്ത വിഷയത്തിലേക്ക് മടങ്ങി വരാം. നോയുടെ കാലം. ഇത് നോയുടെ കാലമാണ് ഇപ്പോൾ. എങ്ങനെയാണ് രാജ്യം വൃത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനവും ഭൂമിക്ക് ഒരു സമാധാനവുമില്ല. കടൽ മുതൽ മല വരെയും അറിയാനും ഇപ്പോൾ നോക്കിച്ചിരിക്കുന്നു. അല്ല, ദുഃഖിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ മനുഷ്യൻ അവൻ എന്നെ കൈവിട്ടു പോയിരിക്കുന്നു. ഹോശയ്യയുടെ പുസ്തകം പ്രവചനം എന്താണ് ഭൂമിയിൽ നടക്കുന്നത്, എന്താണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോശയ്യയുടെ പുസ്തകം പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം 1, 2, 3, 4 വായിക്കുമ്പോൾ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൂമിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെളിയിക്കാൻ പോവുകയാണ്. അത് തെളിയിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യമില്ല, ദയവുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ഇപ്പോൾ ചില നേതാക്കന്മാർ നാം വന്നതിലേക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യം പുരോഗമിച്ചിരിക്കുകയാണ്. ഇപ്പോ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ദൈവം പറയാണ്, നിന്നെ നോക്കി ദേശം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദുഃഖം? പൂട്ടിമുറിപ്പ്. എന്താണ് ദുഃഖം? പൂട്ടിമുറിക്കുന്നു. സത്യമില്ല, ദയയില്ല, വിശ്വസ്തയില്ല, നാക്കെടുത്താൽ നേര് പറയുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ അതിക്രമം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അതിക്രമം ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് നോഹയെ വിളിച്ചത്. നീ ഒരു കാര്യം ചെയ്യുക. ഞാനൊരു പട്ടകം തീർക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ വെള്ളത്തിൽ മുക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് മുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് മുക്കാം. ഇവൻ നന്നായാൽ ഇവനെ മുക്കത്തില്ല, ഇവനെ ഞാൻ മുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് നോഹയെ വിളിച്ചു കുറെ പണം കൊടുത്തു. ദൈവം നോഹയെ വിളിച്ച് നോഹയ്ക്ക് പണം ഏൽപ്പിച്ചു. നീ ഒരു കാര്യം ചെയ്യണം. ഇത്രയടി നീളം, ഇത്രയടി വീതി, ഇത്രയടി പൊക്കം, ഇത്രയടി നീളം, ഇത്രയടി വീതി, ഇത്രയടി ഉയരത്തിൽ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഒരു പെട്ടകം നീ തീർക്കണം. നീ ഒരു പെട്ടകം പണിയണം. പെട്ടകം പണി കഴിഞ്ഞാൽ ആ പെട്ടകം പണിത് കഴിഞ്ഞാൽ അതിനകത്ത് നിനക്ക് രക്ഷപ്പെടാം. അതിനകത്ത് കയറി നിനക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തു. ഇവൻ ആശാരിയെ ഏൽപ്പിച്ചു. ഇവൻ പണത്തിനെ ആശാരിയെ ഏൽപ്പിച്ചു. പെട്ടകം പണിക്ക് അവനെ വിട്ടു. ഏൽപ്പിച്ചു. നോഹയോട് പറഞ്ഞു, നീ ഒരു സമയം വിശ്രമിക്കരുത്. ദൈവമക്കൾക്ക് വിശ്രമം പാടില്ല. വിശ്രമിക്കാൻ പാടില്ല. ദിവസങ്ങളായിട്ട് ഓപ്പണെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചില ദിവസങ്ങളായി ഓപ്പണെ പരിശീലനങ്ങൾ നിർത്തിയിരിക്കുകയാണ്. എന്റെ ഐഡിയ ശരിയാണെങ്കിൽ ഒരു ഉദ്ദേശം എവിടെയെങ്കിലും അടിച്ചാൽ മറ്റേ ഉദ്ദേശം മാറി നിന്നുകൊണ്ട് കൊഞ്ഞനെ കാണിക്കാതെ, നീ കുറ്റം പറയാതെ ഓരോ എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്ത് പറയണം. ഒരു ഉപദേശിയെ ആരെങ്കിലും അടിച്ചാൽ നീ മാറി നിന്ന് കൊഞ്ഞനം കാണിക്കാതെ മറ്റുള്ള ഉപദേശിമാരെ എല്ലാം കൂട്ടിക്കൊണ്ട് നീ അവിടെ വളഞ്ഞ് പ്രസംഗിക്കണം. കാറുണ്ടെങ്കിൽ എത്തണം. അവിടെ എത്തണം. ഇരുചക്ര ഉണ്ടെങ്കിൽ അവിടെ എത്തണം. ഇരുചക്ര വാഹനം ഉണ്ടെങ്കിൽ അതും കൊണ്ട് അവിടെ എത്തണം. നാട് റോഡിൽ വണ്ടിയെ സ്റ്റാൻഡിൽ വെക്കണം. സ്റ്റാൻഡ് വെച്ച് വെക്കണം. ഒരു 10-500 എണ്ണം കൂടണം. എന്താണ് പരിപാടി? ഇവൻ എന്തോ പെണ്ണ് പിടിച്ചോ, ഇവൻ കണ്ടുപിടിച്ചോ, മദ്യപിച്ചോ, കുഴപ്പമുണ്ടാക്കിയോ, എന്തെങ്കിലും ക്രിമിനൽ പുള്ളിയാണോ, ഇവന്റെ തോക്കുണ്ടോ, ഇവന്റെ കയ്യിൽ തോക്കുണ്ടോ, റിവാളുണ്ടോ, ഇവന്റെ കയ്യിൽ റിവോൾവർ ഉണ്ടോ, എന്താണ് പരിപാടി? എന്താണ് പരിപാടി? ഇതിന് സമാനം പറയണം. ഇവൻ ചെയ്ത കുറ്റം നീ പറയണം. കേരളക്കരയിൽ എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ഉപദേശിയെ തല്ലിയാൽ കാക്ക പറക്കുമ്പോൾ ഉപദേശിമാർ പറക്കണം. അവിടെ എത്തണം. അവിടെ യോഗം വയ്ക്കണം. അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ യോഗം വയ്ക്കണം. അല്ലെങ്കിൽ അടിച്ചവന്റെ വീട്ടിൽ യോഗം വയ്ക്കണം. എന്നെ ഒന്ന് അടിക്കാമോ? നീ വിവരം അറിയും. നീ എന്നെ അടിച്ചാൽ നിന്റെ കുടുംബം ഞാൻ തൂത്തുവാരി സ്ഥാനപ്പെടുത്തും. നീ എന്നെ ഒന്ന് അടിച്ചാൽ നിന്റെ കുടുംബത്തെ ഞാൻ തൂത്തുവാരി സ്ഥാനപ്പെടുത്തും.
കൊടുത്തു. എന്നെ പല പോലീസുകാരും വിരട്ടി. എന്നെ പല പോലീസുകാരും വിരട്ടി. ആമേൻ. പ്രൈസോ. കഴിഞ്ഞ 4 വർഷം മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ, DGP സൂപ്രണ്ട് പോലീസ് DGP ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയി. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി മൈക്ക് സാക്ഷ്യം വാങ്ങിക്കാൻ. മൈക്ക് സാങ്ഷൻ വാങ്ങിക്കാൻ. എന്നെ തട്ടി അകത്താക്കുമെന്ന് പറഞ്ഞു. എന്നെ തട്ടി അകത്താക്കുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കൾ എന്നെ തുറന്നു വിടുമെന്ന് ചോദിച്ചു. അത് സാറേ എന്നെ തുറന്നു വിടുമെന്ന് ചോദിച്ചു. ചിലപ്പോൾ വിടുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ വിടുമെന്ന് പറഞ്ഞു. ഞാൻ 3 ചിരിയൊക്കെ ചിരിച്ചു. ഞാൻ 3 ചിരി ചിരിച്ചു. എന്നാന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. താങ്കൾ എന്നെ തുറന്നു വിട്ടാൽ നെക്സ്റ്റ് ഞാൻ മന്ത്രിയാകും. താങ്കൾ എന്നെ തുറന്നു വിട്ടാൽ ഞാൻ ഇവിടുത്തെ മന്ത്രിയാവും. എന്താ എനിക്ക് വോട്ട് കിട്ടുന്നില്ലയോ? വോട്ട് കിട്ടില്ലേ? 4 കമ്മ്യൂണിസ്റ്റ് പാട്ട് അങ്ങോട്ട് പാടിക്കൊടുത്താൽ മതി. 4 കമ്മ്യൂണിസ്റ്റ് പാട്ട് പാടിയാൽ മതി. കുബേരൻ വാഴും ഈ നാട്ടിൽ കുചേലൻ പാണിടേണ്ടയോ സഖാവേ ഏഴകൾക്കും സഹായം കണ്ണു നീയാണോ സഖാവേ ഏഴകൾക്കും സഹായം കണ്ണു നീയാണോ. ഞങ്ങളോരോ നാടിൽ താർക്കും ഈയും പഴികൾ സഖാവേ ഈയും പഴികൾ കുബേരൻ വാഴും ഈ നാട്ടിൽ കുചേലൻ വാണിടേണ്ടയോ. അത് മാത്രമല്ല ഇതങ്ങോട്ട് പാടിയിട്ട് ഞാൻ നാമിനേഷൻ പേപ്പർ കൊടുക്കും. ഞാൻ നാമിനേഷൻ പേപ്പർ കൊടുക്കും. അപ്പോൾ PV ആശാരി നിങ്ങളെല്ലാവരും അരിവാളിനെ നിർത്തിയിരുന്ന് വോട്ട് ചെയ്യണം. PV ആശാരിക്ക് അരിവാളും ചുറ്റിയും നക്ഷത്രവും അടയാളത്തിൽ വോട്ട് ചെയ്യണം. കാര്യം കാളപ്പെട്ടി രക്ഷയില്ല. കാളപ്പെട്ടിയിൽ രക്ഷയില്ല. അത് പണ്ടായിരുന്നു. അത് ആശാരി പാടിയത്. കാളപ്പെട്ടി ചുമന്നു കൊണ്ട് പോണവനെ നീ എന്തെന്നു നാട്ടിൽ നന്മ ചെയ്തു. ഇവിടെ 6 വെള്ളം വാനവനെ നീ എന്തെന്നു നാട്ടിൽ നന്മ ചെയ്തു. കിട്ടിയ പണമല്ല കണ്ടുകൊണ്ടിട്ടോക്കാക്കി അരിച്ച കോൺഗ്രസ് മുടിച്ച ഭരണം ഈ കുലയാള ഭരണം അതുവൻ ഞങ്ങളോ ഓരോ ചെങ്കൊടിയിൽ പാട്ട് കൊണ്ട് പാടിവിടും. ഈ പാട്ട് കൊണ്ട് പാടിവിടും. എല്ലാവരും ഇളകും. അപ്പം പറയായിരുന്നു പാട്ട്. പെണ്ണുങ്ങളെല്ലാം അരി കിട്ടാതെ വിഷമിക്കാണ്. സ്ത്രീകളെല്ലാം അരി കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ്. 2 രൂപ വെച്ച അരി ഇപ്പൊ 13.55 ഇപ്പൊ 13 രൂപ 55 പൈസയാണ് പാടാൻ പോവുകയാണ്. അധ്വാനിക്കും അവർക്കും ആരെങ്കിലും അത്താഴം വേണമെങ്കിൽ അരിവാളിനോട്ടു ചെയ്യും. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും
അനേകം വയറ് വരുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അനേകം വയറ് വരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവർ കുമ്പലാക്കി എന്റെ മണ്ടയിൽ തന്നെ കുത്തും. അവർ കൂട്ടമായിട്ട് വോട്ട് ചെയ്യും. ഞാൻ അത് രംഗത്ത് വരും. ഞാൻ അടുത്ത് രംഗത്ത് വരും. പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് സീറ്റ് ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങൾക്ക് ആവശ്യത്തിലധികം സീറ്റ് കിട്ടും. കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വളരുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തിന്റെ മാർഗമാണ്. കേരളത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക മാർഗം പെന്തക്കോസ്തിന്റെ മാർഗമാണ്. ഒരു മാർഗമേ അല്ല. ഹല്ലേലൂയ. ഒരു യാക്കോബേ അല്ല. രക്ഷാസൈന്യമല്ല. എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് രക്ഷാസൈന്യമായിരുന്നു. എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് രക്ഷാസൈന്യത്തോടായിരുന്നു. അല്പം ശിക്ഷാസൈന്യമായിട്ട് മാറിയിരിക്കുക. ശിക്ഷാസൈന്യമായിട്ട് മാറിയിരിക്കുക. എല്ലാം ബന്ധുക്കോസിൽ പോയി. നീ എവിടെ പോയി കിടക്കുന്നു? നീ ആണ്ടിൽ 4 അല്ലേലേ പറയും. നീ ആണ്ടിൽ 4 അല്ലേലിയ പറയും. അതിൽ രക്ഷയില്ല. അതിൽ നിനക്ക് രക്ഷയില്ല. നീ ആണ്ടിൽ 4 അല്ലേലേ പറയുമ്പോൾ നീ ആണ്ടിൽ 4 അല്ലേലിയ മാത്രം പറയും. ഞങ്ങൾ ചരവണ അല്ലേലേ പറയും. ഞങ്ങൾ വേറെ മിനിറ്റ് കൊണ്ട് അല്ലേലിയ പറയും. നീ മാനസാന്തരപ്പെട്. നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി നീ ഇറങ്ങി സ്നാനപ്പെട്. എല്ലാ അയ്യന്മാരും സ്നാനപ്പെടുന്നത്. എല്ലാ അയ്യാമാരും സ്നാനപ്പെടട്ടെ. അയച്ചാൻ കുളിച്ചാൽ ഒന്നേന്ന് വേറെ തുടങ്ങിയാൽ നമുക്ക് പെന്തിക്കോസിനെ പപ്പടം പോലെ പൊട്ടിക്കാം. നീ അല്ല തല കുത്തിച്ചാടി ഞങ്ങൾ അനക്കാൻ ഒക്കത്തില്ല. നീ അല്ലാതെ തലകുത്തി ചാടിയാൽ ഞങ്ങളെ അനക്കാൻ പറ്റുക. ഞങ്ങൾ കടന്നു പിടിക്കാൻ പോകുകയാണ്. ആരും ഭയപ്പെടരുത്. ഇത് കൃപയുടെ കാലമാണ്. കാലമത്തെ പിതാവിന്റെ കാലം കഴിഞ്ഞു. അത് നോഹയുടെ കാലം. പുത്രന്റെ കാലം കഴിഞ്ഞു. അത് യേശുവിന്റെ കാലം. ഇപ്പോൾ ആരുടെ കാലമാണ്? ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ കാലമാണ്. ഇപ്പൊ ലവന്മാരുകാർ പറഞ്ഞു. ഇപ്പൊ മറ്റവരുകാർ പറഞ്ഞു. ആർക്കറിയാമോ? യേശുവിന്റെ നാമക്കാർ. യേശുവിന്റെ നാമക്കാർ. യുണൈറ്റഡ് പെന്തക്കോസ്ത്. ഞാൻ നിങ്ങളോട് പറയാം, നീ യേശുവിന്റെ നാമം പൊക്കി നടന്നാൽ പോരാ. നീ യേശുവിന്റെ നാമം പൊക്കിക്കൊണ്ട് നടന്നാൽ പോരാ. യേശുവിന്റെ നാമം പറയുമ്പോൾ നിന്റെ ഫ്രണ്ടിൽ ഭൂതം അടങ്ങി വീഴണം. യേശുവിന്റെ നാമം നീ പറഞ്ഞു വീഴുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭൂതം അല്ലെങ്കിൽ താഴെ വീഴണം. അല്ലെങ്കിൽ മിണ്ടിപ്പോകരുത്. അല്ലെങ്കിൽ നീ യേശുവിന്റെ നാമം മിണ്ടത്. നീ യേശുവിന്റെ നാമം മാനം കെടുക്കരുത്. നീ യേശുവിന്റെ നാമത്തെ മാനം കെടുക്കരുത്. യേശുവിന്റെ നാമം ഉശിരുള്ള മാർഗമാണ്. യേശുവിന്റെ നാമം ജീവിക്കുന്ന മാർഗമാണ്. അത് ഭൂതത്തെ വിളപ്പിക്കുന്ന മാർഗമാണ്. ഭൂതങ്ങളെ വിളപ്പിക്കുന്ന മാർഗമാണ്. രോഗിയെ സൗഖ്യമാക്കുന്ന മാർഗമാണ്. ഈ രോഗികളെ സൗഖ്യമാക്കുന്ന മാർഗമാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വേറൊരു പിതാവിന്റെയും പുത്രനും ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ നിന്റെ കയ്യിൽ നീ പറയുന്ന യേശുവിന്റെ നാമത്തിൽ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പിതാവും പരിശുദ്ധാത്മാവും ഇവിടെ കാണുകയില്ല. നീ എന്തുകൊണ്ട് കുന്തിയിട്ട് വെക്കുന്നില്ല? എന്തുകൊണ്ട് നീ കുന്തിയിട്ട് സാധിക്കുന്നില്ല? സാധിക്കത്തില്ല. സാധിക്കുകയുമില്ല. എനിക്ക് ലേവന് മാത്രമേ ഉള്ളൂ. നിനക്കിപ്പോ നാമം മാത്രമേ ഉള്ളൂ. നാമം ആർക്കും പറയാം. നാമം ആർക്കും പറയാം. ശക്തിയാണ് പ്രയാസം. ശക്തിയാണ് വിഷയം. നോഹയുടെ കാലത്ത് എങ്ങനെ സംഭവിച്ചുവോ? നോഹയുടെ കാലത്ത് എങ്ങനെ സംഭവിച്ചുവോ അതുപോലെ തന്നെ മാസവും വരവും സംഭവിക്കാൻ പോകുകയാണ്. മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നു. എന്താ സംഭവം? അത് എന്താണ് സംഭവം? ഒന്നുകൂടെ വായിക്കാം. അതെ 4, 1, 2, 3 ഒന്നുകൂടെ വായിച്ചാട്ടെ. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. യഹോവയ്ക്ക് ദേശനിവാസിയോട് വ്യവഹാരമുണ്ട്. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. അതാണ് നിവിലാസങ്ങളോട് കഷ്ടപ്പെട്ട് യോഗം പറ്റിയിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാർ വളരെ കഷ്ടപ്പെട്ട് ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. വീടായിട്ട് പോയി നിന്നെ അറിയിച്ചിരിക്കുകയാണ്. വീടായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എനിക്കൊന്നറിയാം. എവര് ഉറക്കം തൂങ്ങി കിടന്നിരുന്നെങ്കിൽ ഈ യോഗത്തിന് ആൾ കൂടത്തില്ല. ഈ യോഗത്തിന് ആൾക്കൂട്ടം ഉണ്ടാവുകയില്ല. അവർ നീരും ചോരയും ചെലവഴിച്ച് പണവും ചെലവഴിച്ച് ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ ആൾ കൂടിയത്. ഈ കൂടിയ ഒരാൾ നഷ്ടപ്പെടാൻ പാടില്ല. ഈ കൂടിയ നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. മാനസാന്തരപ്പെടാത്ത ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നീ വെറുതെ പോകരുത്. ന്യായവിധി വരാൻ പോകുകയാണ്. നിന്റെ മേൽ വരാൻ പോകുന്നു. ഇന്ന് രാത്രി മടങ്ങുക. ഇന്ന് രാത്രി നീ മടങ്ങി വരിക. എനിക്കൊരു വ്യവഹാരമുണ്ട്. എനിക്കുണ്ട് ഒരു വ്യവഹാരമുണ്ട്. ആരോട്? കൂട്ടുമുറിക്കുക, ബലപാതകം, വ്യഭിചാരം, കുടി, മദ്യപാനം, സത്യമില്ല, നാക്കെടുത്താൽ നുണ. പിന്നെ ഇനി ഒരു 7 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ സകല മിക്കവാറും MLA മാരും മന്ത്രിമാരും സ്ഥാനപ്പെടും. ഒരു 7 വർഷം കഴിയുമ്പോൾ കേരളത്തിലുള്ള മിക്കവാറും MLA മാരും മന്ത്രിമാരും MP മാരും സ്നാനപ്പെടും. അതിന് കാര്യം പറയാം. കാര്യം പറയാം. പെന്തിക്കോസ്തുകാരുടെ യോഗത്തിന് അനുഗ്രഹം ഉണ്ടാകണം. പെന്തിക്കോസ്തുകാരുടെ യോഗത്തിന്
മുഴക്കണം. അന്യഭാഷയുടെ നാമം ശക്തമായി ഉയരണം. ഇപ്പൊ ചിലർ പറയാണ്, ബന്ധുക്കോസ് ഹോളിക്കാർ പറയാണ്, ബന്ധുക്കോസ് ഹോളിക്കാർ പറയാണ് ആരാധിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല, സൗഹൃദം പാടില്ല, ശബ്ദം പറയാൻ പാടില്ല. അതൊക്കെ പഴയ കാലമായിരുന്നു, അതൊക്കെ പണ്ടായിരുന്നു. ഞങ്ങൾ പാകിസ്ഥാന്റെ കീഴ് വന്നവനല്ല, ഞങ്ങൾ പാകിസ്ഥാനിലൊന്നും നുഴഞ്ഞേറി വന്നതല്ല. നീ സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, ഞങ്ങൾ ഇന്ത്യൻ മണ്ണിൽ ജനിച്ച ഇന്ത്യൻ പൗരന്മാരാണ്. ഞങ്ങൾക്ക് കൂടെ അവകാശമുണ്ട്. ഈ മണ്ണിൽ ഞങ്ങൾക്ക് അവകാശമുണ്ട്. കൈവിലാസന്മാർ ആരും അടങ്ങിയിരിക്കരുത്, ദേവദാസന്മാർ ആരും അടങ്ങിയിരിക്കരുത്. പോട്ടെന്ന് പോട്ട് കുറെ തലയങ്ങ് പോട്ടെ, തല പോട്ട്. ഒരു ഉദ്ദേശിയുടെ തല പോയാൽ വെട്ടുന്നതിന്റെ 90 കുടുംബം മടങ്ങി വരും. ഒരു ഉദ്ദേശിയുടെ തല വെട്ടുന്നവന്റെ 90 കുടുംബം ഇങ്ങോട്ട് വരും. എനിക്കറിയാം. എന്നെപ്പോഴും ആശാരിമാർ കണ്ണുവച്ചിരിക്കാണ്, എന്നെക്കുറിച്ച് ആശാരിമാർ കണ്ണുവച്ചിരിക്കുകയാണ്. നീ കണ്ണുവച്ചാൽ PV ആശാരിയെ തട്ടാൽ നിന്റെ ദേശത്തുള്ള 50,000 ആശാരിമാരെ തൂക്കിയെടുത്ത് സ്ഥാനപ്പെടുത്താൻ അവരുണ്ട് ഈ വേദപുസ്തകത്തിൽ. PV ആശാരിയെ നീ തട്ടിയാൽ തട്ടുന്ന അതേ സ്ഥാനത്ത് 50,000 ആശാരിയെ സ്ഥാനപ്പെടുത്താനുള്ള അല്ലഹത്വമുണ്ട് ഈ വേദപുസ്തകത്തിന്. ബൈബിൾ തീയാണെന്ന്, വേദപുസ്തകം തീയാണ്. ഒന്നുകൊണ്ട് ഭയപ്പെടരുത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടരുത്. ഒരു കാര്യം പറയാം, ഒരു കാര്യം കൂടെ പറയാം. 3 ഭ്രാന്തന്മാർ ചേർന്ന് യോഗം നടത്തി. 3 ഭ്രാന്തന്മാർ ചേർന്ന് ഒരു യോഗം നടത്തി. മട്ട് മൂത്തപ്പോൾ ഇവന്മാരങ്ങ് ചൂടായി. ഇവരങ്ങ് ചൂടായി. 3 ഭ്രാന്തന്റെയും പേര്, 3 ഭ്രാന്തന്മാരുടെയും പേര്, ഒന്ന് ശദ്രക്ക്, ഒന്ന് ശദ്രക്ക്, ഒന്ന് മേശക്ക്, അതൊന്ന് അബേദ്നെഗോ. ഈ 3 ഭ്രാന്തന്മാരും കൂടെ ആത്മാവിലായി. ഈ 3 ഭ്രാന്തന്മാരും കൂടെ ആത്മാവിലായി. വിഗ്രഹത്തിന് മുമ്പിൽ അവൻ കുമ്പിടത്തില്ല, അവൻ വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിടുകയില്ല, അവൻ തൊഴത്തില്ല, അവൻ തൊഴുകയില്ല. ഇതിന്റെ ഇൻഫർമേഷൻ രാജാവിന് കൊടുത്തു, ഇതിന്റെ അറിയിപ്പ് രാജാവിന് കൊടുത്തു, മന്ത്രി ചക്രവർത്തിക്ക് കൊടുത്തു, ചക്രവർത്തിക്ക് കൊടുത്തു. പ്രഖ്യാപനം ചെയ്തു. ഉടനെ പ്രഖ്യാപിച്ചു, ഒരു കൊച്ചു ദൈവങ്ങളുടെ മുമ്പിൽ കുട്ടിമുട്ടുന്നില്ല, കുട്ടി ദൈവങ്ങളുടെ മുമ്പിലൊന്നും മുട്ടുമടക്കുന്നില്ല. ബാബിലോണില് നമുക്ക് ബാബിലോണിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കണം, ഒരു വലിയ ദൈവത്തെ ഉണ്ടാക്കണം. ഇത്ര അടി നീളം, 60 മുഴ ഉയരം, ഇത്ര അടി വണ്ണം, നാട്ടിയിട്ട് തമ്പേര്, കിന്നരം, വീണ, നയ്യാണ്ടി മേളം, ഇതെല്ലാം അടിച്ചങ്ങോട്ട് മിന്നണം. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു ഗംഭീര തീച്ചൂള ഉണ്ടാക്കണം. ഈ നയ്യാണ്ടി മേളം ഊതുമ്പോൾ, ഈ നയ്യാണ്ടി മേളം കേൾക്കുമ്പോൾ, ഏവനെങ്കിലും ഇതിനെ കുമ്പിട്ടില്ലെങ്കിൽ, ഏവനെങ്കിലും ഒരുത്തൻ ബാബേൽ സാമ്രാജ്യത്തിൽ ഈ വിഗ്രഹത്തെ നമസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ പൊക്കി തീച്ചൂളയിടണം. അവനെ പൊക്കിയെടുത്ത് ഈ തീച്ചൂളയിടണം. രാജ്യം മുഴുക്കൻ ഇട്ടു, രാജ്യം മുഴുവനും അറിയിച്ചു. ഈ പ്രസ്ഥാനം ആർക്ക് കിട്ടി? ഈ പരസ്യം ആരറിഞ്ഞു? ഈ 3 വട്ടന്മാരെ നെഞ്ചിൽ കിട്ടി. ഈ 3 വട്ടന്മാരുടെയും മണ്ടയിൽ കിട്ടി. വട്ടന്മാർ കമ്മിറ്റി കൂടി, ഈ വട്ടന്മാർ കമ്മിറ്റി കൂടി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു തീരുമാനം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ കൊണ്ട് ഞങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും യവനെ കുമ്പിടാൻ പാടില്ല. യവന്റെ അപ്പന്റെ കാലത്ത് ആരാധിക്കുന്ന ഈ ദൈവങ്ങളെ ഞങ്ങൾ കുഞ്ഞനം കാണിക്കും. ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവെ നീ നിർത്തിയ ഈ സ്വർണ്ണബിംബത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കുമ്പിടുകയില്ല. നിനക്ക് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും, നിനക്ക് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്കത് പ്രശ്നമില്ല, ഞങ്ങൾക്കത് വിഷയമല്ല. ഞങ്ങളുടെ പ്രശ്നം യേശു ക്രിസ്തുവാണ്. ഞങ്ങളുടെ വിഷയം യേശു ക്രിസ്തുവാണ്. മരണമേ എന്റെ ജയം എവിടെ? കുതിക്കാൻ തുടങ്ങി. ഇവിടെ തീരുമാനം അടിച്ചപ്പോൾ ദൈവം കിടുകിടയാടിപ്പോയി. ഇവരുടെ തീരുമാനം കേട്ടപ്പോൾ സ്വർഗസ്ഥനായ ദൈവം കിടുകിടയാടിപ്പോയി. ഭ്രാന്തന്മാർ എന്റെ നാമത്തിൽ ചാകാൻ പോകുക, ഈ ഭ്രാന്തന്മാർ എന്റെ നാമത്തിൽ ചാവാൻ പോവുക. ഇവരെടുത്ത് ചാടും, ഇവന്മാരെടുത്ത് ചാടും, കത്തിപ്പോകും. എന്താ പരിപാടി? എന്താണ് പരിപാടി? ഉടനെ നമ്മുടെ 100 വഴി വന്നു. സ്വർഗത്തിലെ ദൈവം 100 വഴി വന്നു. എവിടെ വന്നു? ഞാനിതിന്റെയൊക്കെ മോന്തൊക്കെ അടിച്ചിപ്പോ നിരപ്പാക്കിയിട്ടിരിക്കുകയാണ്. ഞാനിതിന്റെയൊക്കെ മോന്തെ അടിച്ച് നിരപ്പാക്കിയിട്ടാണ്. ആരും ചോദിക്കാനില്ല, ആരും ചോദിക്കുന്നില്ല. മന്ത്രിമാരെ എടുത്തിട്ട് ചവിട്ടുകയാണ്, മന്ത്രിമാരെ എടുത്തിട്ട് ചവിട്ടുകയാണ്, MLA ചവിട്ടുകയാണ്, MLA ചവിട്ടുന്നു. ഒരു 100 ഉപദേശിമാരെ പിടിച്ച് കേരള പോലീസ് ഇടാമോ? 100 ഉപദേശിമാരെ പിടിച്ച് കേരളത്തിലെ ഏതെങ്കിലും ജയിലിലൊന്നിടാമോ? ഒന്നടിക്കാമോ? ബഹുമാനപ്പെട്ട ആന്റി ഗവൺമെന്റ് അപ്പോൾ കാണിക്കാമോ ആശാർ ദൈവത്തിന്റെ പവറ്? പ്രിയ ആന്റണി ഗവൺമെന്റ് അപ്പോൾ കാണിക്കാം ആശാരിയുടെ ദൈവത്തിന്റെ പല്ലഹത്വം. ഞങ്ങളെ തുറത്തില്ലല്ലോ, നിങ്ങൾ തൊടുകയില്ല. ഞങ്ങളെ തൊട്ടാൽ കേരളം മുഴുക്ക പെന്തിക്കോസുകൾ ഉണ്ടെങ്കിൽ നിറയും. ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ കേരളം മുഴുവൻ പെന്തക്കോസ്തിന്റെ അഗ്നി കൊണ്ട് നിറയും. മന്ത്രിമാരെ സ്ഥാനപ്പെടുത്തും, മന്ത്രിമാരെ സ്നാനപ്പെടുത്തും, MLA സ്ഥാനപ്പെടുത്തും, MLA സ്നാനപ്പെടുത്തും, MP സ്ഥാനപ്പെടുത്തും, MP സ്നാനപ്പെടുത്തും. ഒത്തുകിട്ടിയാൽ പ്രസിഡന്റിനെ സ്ഥാനപ്പെടുത്തും, ഒത്തുകിട്ടിയാൽ പ്രസിഡന്റിനെയും സ്നാനപ്പെടുത്തും. ഞാൻ പറയുന്നതല്ല, മൊത്തം പറയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നോട് ചൂടാകരുത്, എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് നേരത്തെ യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവാണ്, ബന്ധം യേശുവിനാണ്. എടുത്തങ്ങോട്ട് ഇട്ടപ്പോൾ ദൈവോട് ഇരുന്നുകൊണ്ട് ദൈവമോട് ഇരുന്നുകൊണ്ട് ചന്ദ്രനെ ചാടി പിടിച്ചു, ചന്ദ്രനെ ഒരു കൈ കൊണ്ട് പിടിച്ചു.
പിടിച്ച് അവന്റെ തുടയിൽ വെച്ചു. ഐസ് വെള്ളം കുടിച്ച പോലെ, ഐസ് വെള്ളം കുടിച്ചതുപോലെ. അങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്കുക. നമ്മൾ ഇട്ടത് 3 നമ്മൾ ഇട്ടത് 3 പേര്. 4 പേര് നിൽക്കാണ്. അവിടെ 4 പേർ നിൽക്കുന്നു. ഇതിന്റെ ഗംഭീരമാകുന്ന തീച്ചൂളത്തലത്ത് പ്രസവിച്ചിരുന്ന മാർഗമാണ് പെന്തക്കോസ്തിന്റെ മാർഗം. 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചൂളത്തകത്ത് പ്രസവിച്ചിരുന്ന മാർഗമാണ് പെന്തക്കോസ്തിന്റെ മാർഗം. എന്ത് വന്നാലും നേരിടാം, എന്ത് വന്നാലും നേരിടാം. ഞങ്ങൾ ഭീതികളല്ല, ഞങ്ങളുടെ വ്യാക്കന്മാർ നീയൊക്കെ പേപ്പട്ടി ഓടിക്കുമ്പോൾ ഒരു ഓടിച്ച കാലം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ പേപ്പട്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ചൊരു കാലമുണ്ടായിരുന്നു. കുടി കുടിക്കാൻ പാടില്ല, അത് വസ്ത്രധാരണം നടത്താൻ പാടില്ല, മീശ വയ്ക്കാൻ പാടില്ല, തേച്ചിടാൻ പാടില്ല, നിങ്ങൾക്ക് മാറി മണിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ വയ്യ, ഞങ്ങൾക്ക് മുട്ടിലേക്ക് ഉണ്ടിരിക്കാൻ പാടില്ല, ആ പുരുഷന്മാർക്ക് മുട്ടിലേക്ക് വസ്ത്രം ധരിക്കാൻ വയ്യ. അപ്പൊ കണ്ടോ, ഇപ്പൊ കണ്ടോ? ഷൂട്ട് നീ പോയി ചാക്, നീ പോയി ചാക്. രക്ഷാസേനക്കാരെ കണ്ടോ, രക്ഷാസേനക്കാരെ കണ്ടോ? അവരെ ആ കോട്ടും അവരുടെ കോട്ടും. പക്ഷെ അവർ നല്ല വൃത്തിയുള്ളവരാണ്, അവർ നല്ല വൃത്തിയുള്ളവരാണ്. മുട്ടിക്ക് അവരെ വേലക്കാരും വൃത്തിയുള്ളവര്, അവരുടെ വേലക്കാരും വൃത്തിയുള്ളവരാണ്. നല്ല പോർച്ചൊക്കെ വെച്ച് നല്ല പടക്കമൊക്കെ വെച്ച് സാരിയും ചുറ്റി തലയൊക്കെ ചീവിക്കെട്ടി വലയുമിട്ട്, തലയൊക്കെ ചീവിക്കെട്ടി വലയൊക്കെ ഇട്ട്, കണ്ണാടിയും വെച്ച് ചെരുപ്പ് വിട്ടുകൊണ്ട് ഇവരുടെ അപ്പന്മാർക്ക് എന്തായിരുന്നു ജോലി, ഇവരുടെ പിതാക്കന്മാർക്ക് എന്തായിരുന്നു ജോലി എന്നറിയാമോ? കണ്ടം കൃഷിയായിരുന്നു. കിടന്നൊരു നമ്മളെ സ്വപ്നാൽ അവന്റെ ചോര കൊണ്ട് നമ്മളെ കഴുകിയെടുത്തു. ഇപ്പൊ നമ്മളെ കാണുമ്പോൾ നിന്റെയൊക്കെ അകവാണ് വെട്ടുകയാണ്. ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ നിന്റെ അകവാണ് വെട്ടുകയാണ്. ഇനിയും പുരോഗമിക്കാൻ പോവുകയാണ്. ഇപ്പൊ വേറെ കുറെ പാർട്ടിയുണ്ട്. സ്വർഗത്തോട് ഒരുങ്ങിയിരിക്കാൻ. എവിടെ ഒരുങ്ങാൻ? നീ മാനസാന്തരപ്പെട്ടേ തീരൂ. പാട്ടുകാരൻ പാടുകയാണ്. തനിച്ചു നീ വന്നു ചേർന്നു, മികച്ച പരീക്ഷ തീർത്തും. തനിച്ചു നീ വന്നു ചേർന്നു, മികച്ച പരീക്ഷ തീർത്താം. തനിച്ചു നീ വന്നു ചേർന്നു, മികച്ച പരീക്ഷ തീർത്തും. തിരിച്ചു പോകുവാൻ പാണ്ഡം മുറുക്കുകയാണ്. പക്ഷേ അവസരം ഇനിയുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? ഇനിയുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ?
പ്രസംഗിക്കാൻ പോയി നോക്കിയപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടാണ്. ഞാൻ നോക്കിയപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടാണ്. ആള് കൂടാൻ ഒരു വഴിയുമില്ല. ഞാൻ നോക്കിയിട്ട് നല്ല അടവർക്ക് പോയി രക്ഷയില്ല. ഞാൻ മറ്റെല്ലാ അടവും നോക്കിയിട്ട് രക്ഷയില്ല. അപ്പോൾ വരുന്നു ഒരു 10,000-2000 പേര് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട്. അപ്പോൾ വരുന്നു 10,000-2000 പേര് ചെങ്കൊടിയും പിടിച്ചുകൊണ്ട്. ഇതൊരു നല്ല കോളാണ്, ഇതൊരു നല്ല കോളാണെന്ന് കരുതി ഞാൻ മേളക്കാരെ കണ്ണു കാണിച്ചു. ഞാൻ 4 പാട്ട് പാടാൻ പോവാ. നിങ്ങളെ കൊണ്ട് ശരിക്ക് വായിച്ചു വിടാൻ പറഞ്ഞു. നിങ്ങൾ ശരിക്ക് വായിച്ചു വിടാൻ പറഞ്ഞു. എന്റെ മോനിപ്പോൾ ഡബിൾ കീബോർഡ് വെച്ച് വായിക്കാം. എന്റെ മകൻ ഡബിൾ കീബോർഡ് വെച്ച് വായിക്കാം. പെന്തിക്കോസർക്കും കീബോർഡ് ഉണ്ടെന്നേ. പെന്തിക്കോസുകാരുടെ കീബോർഡ് അവർക്കും ഗാനമേളമുണ്ട്. ഞങ്ങൾ ആപ്പയും ഉപ്പയും ഞഞ്ഞാവിഞ്ഞയല്ല. ഞങ്ങൾ ആപ്പയും ഉപ്പയും ഞഞ്ഞാവിഞ്ഞയൊന്നുമല്ല. യേശാസിന് 2 ഉണ്ടെങ്കിൽ എനിക്ക് 3 ഉണ്ട്. യേശാസിന് 2 ഉണ്ടെങ്കിൽ എനിക്ക് 3 ഉണ്ട്. അല്ല, യേശാസന്റെ പിന്നെ മറ്റേ മിച്ചറിനെ കാട്ടി എന്റെ മിച്ചറ കൂടിയത്. യേശാസന്റെ മിച്ചറിനേക്കാൾ എന്റെ മിച്ചറിനാണ് വില കൂടുതൽ. വച്ച് കലക്കുന്നുണ്ടോ? ആശാരിയുടെ യോഗം ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കണം. ആശാരിയുടെ യോഗം ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കണം. കാണാൻ പരിപാടി ഇറങ്ങുന്നത്. അല്ല ജനം ഇറങ്ങി വരുന്നേ. ജനം ഇവിടെ ഇറങ്ങി വരും. നമ്മൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവയെ തിരിച്ചു പോകുവാൻ പാണ്ഡം മുറുക്കുകയാണ്. നീ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? നീ ഏത് അടുപ്പിനകത്താ പോകുന്നത്? അടുപ്പിനകത്താണ് പോകുന്നത്. മാനസാന്തരമുണ്ടോ? നിനക്ക് മാനസാന്തരമുണ്ടോ? നീ രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ. വേദോസ്ത വാക്യമാണ്. ഇത് വേദോസ്ത വാക്യമാണ്. നീ രക്ഷിക്കപ്പെട്ടേ തീരൂ. അയച്ചദാതൻ നിന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ നിന്റെ മുട്ടടിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുക. ജീവിയൊക്കെ ഒന്ന് പയ്യോ മാറ്റ്. ജീവിയൊക്കെ വീട്ടിൽ നിന്ന് മാറ്റുക. ഹല്ലേലൂയ. ന്യൂസ് പിടിക്കാൻ മാത്രം മതി. പിന്നെ ന്യൂസ് കേൾക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. എന്റെ വീട്ടിൽ ജീവി ഇരിപ്പുണ്ട്. എന്റെ വീട്ടിൽ ജീവി ഇരിപ്പുണ്ട്. ഞങ്ങൾ കാസറ്റ് ഉപയോഗിക്കും. ഞങ്ങൾ കാസറ്റ് ഉപയോഗിക്കും. എന്റെ 2,000 കാസറ്റ് ഇരിപ്പുണ്ട്. എന്റെ കയ്യിൽ 10,000 കാസറ്റ് ഇരിപ്പുണ്ട്. ഒരു കാസറ്റിന് 100 രൂപ വിലയാണ്. ഒരു കാസറ്റിന് 100 രൂപ വിലയാണ്. ഒരാണ്ടിൽ 100 രൂപ വരണം. ഒരാണ്ടിൽ 100 രൂപ വേണം. അപ്പൊ ഞങ്ങൾ 50 കാസറ്റ് 100 കാസറ്റ് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് 50 കാസറ്റ് അയച്ചു തരും. നിങ്ങൾ തിരിച്ചുകൊണ്ട് തരണം. നിങ്ങൾ ഇട്ടോണ്ടിരിക്കും. നിങ്ങൾ ഇട്ടോണ്ടിരിക്കും. ഞങ്ങൾ തന്നോണ്ടിരിക്കും. ഞങ്ങൾ തന്നോണ്ടിരിക്കും. ഒരു വീഡിയോ ലൈബ്രറി നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് ആവശ്യമാണ്. അതാ ഞങ്ങൾക്ക് ആവശ്യമാണ്. നമുക്ക് ഈ മമ്മക്കുട്ടിയെ നമ്മുടെ വീട്ടിൽ കയറ്റരുത്. മമ്മക്കുട്ടിയെ നമ്മുടെ വീട്ടിൽ കയറ്റരുത്. അവനെയൊക്കെ അടിച്ച് പുറത്താക്കണം. സകല സിനിമപ്പരയും തെണ്ടാൻ പോകുകയാണ്. സിനിമപ്പരയിൽ ഇപ്പൊ ആളില്ല. സിനിമപ്പര കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ സിനിമപ്പര കൂട്ടാൻ. സിനിമപ്പരകൾ കൂട്ടാൻ. ഈ സിനിമപ്പര കൂട്ടുമ്പോൾ മുതലാളിമാർ കണ്ടും. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലും. മുതലാളി വേഴം വെള്ളി ശനി ഞായർ. നിങ്ങളെ സിനിമപ്പര ഞങ്ങൾക്ക് വാടകയ്ക്ക് തരണം. സുവിശേഷം നടത്താൻ. എത്ര രൂപ? 5,000 രൂപ. പന്തൽ വേണ്ട, ലൈറ്റ് വേണ്ട, ഒരു ഗ്രാഫും വേണ്ട. പന്തൽ വേണ്ട, മറ്റൊരു സ്റ്റേജ് വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ സിനിമയ്ക്കകത്ത് കയറും. അടിച്ചു മിന്നും. സിനിമപ്പുരക്കാരന്റെ ഭാര്യ കടം പിടിച്ച് വെന്തിരിക്കുകയാണ്. ഞങ്ങളുടെ പാട്ടും പ്രസംഗം കേൾക്കുമ്പോൾ അവർ അടി പറയും. ഞങ്ങളെ സാധനപ്പെടുത്തും. ആശാരിയുടെ ഭാര്യ ഉണ്ടാ. അവൻ നീളമുണ്ട്. ആശാരി നീളമുണ്ട്. അച്ഛാ പോകാമെന്ന് പറഞ്ഞു. മിച്ചമുള്ള പണവും മാറിക്കൊണ്ട് പോയി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വെളിയിൽ നിന്ന് വരുന്ന പൈസ ഉണ്ടാക്കുന്ന സഹോദര, നീ 8 കാശ് നിന്റെ മക്കളെ മേൽ സമ്പാദിക്കരുത്. സുവിശേഷ വേലയ്ക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൈസ കടന്നു വരുന്ന സഹോദര, നീ 8 കാശ് മാറ്റിവെക്കരുത്. ഇവിടെ ഇപ്പൊ സ്വോത്ര കാഴ്ചയിട്ട പൈസ ഞങ്ങൾ അല്പം തരികയാണ്. ഞങ്ങളുടെ കയ്യിൽ അല്പം തരികയാണ്. ഞങ്ങൾ പോണ വാക്കിൽ ഷോപ്പിൽ കയറി കുടിച്ചാൽ, ആശാരിയുടെ കുടല് പറ്റി തിന്നും. പിന്നെയാണ് നിന്റെ കാര്യം. നീ സൂക്ഷിച്ചോ. നിന്നെ ഒന്നിനെയും പിടിക്കില്ല. ആശാരി കൊടുക്കുമെന്ന് വെള്ളം കേൾക്കുകയാണ്. അവൻ എങ്ങനെ തപ്പിപ്പിടിച്ചു. 2 കൊച്ചുങ്ങളും താഴെ പോയി. പണസഞ്ചിയും താഴെ പോയി. ഉണ്ട പെണ്ണുമ്പോൾ തോളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇടിയും തട്ടും കുത്തും വന്നു. പെട്ടകത്തിൽ ഇടിയും തട്ടും കുത്തും വന്നു. ആരാണ്? ഞാൻ അറിയത്തില്ല. നിങ്ങളെ അറിയില്ലേ? ഇല്ല. ഞാനാണ് പെട്ടകം പണിഞ്ഞ ആശാരി. ഞാനാണ് പെട്ടകം പണിത ആശാരി. നോവയ്ക്ക് ഒരൊറ്റ ഇംഗ്ലീഷ് അറിയാം. നോവയ്ക്ക് ആകെ ഒരു ഇംഗ്ലീഷ് അറിയാം. അവൻ ദേശീയം കയറി അടിച്ചു കൊടുത്തു. അത് തന്നെ പറഞ്ഞു. അങ്ങനില്ല. എന്താ പറഞ്ഞു? എന്താണ് ആശാരി പറയാം, എന്നെ അറിയത്തില്ലോ. എന്നെ അറിയത്തില്ലേ? അവൻ നോവ പറയാണ്. ഐ ഡോണ്ട് നോ. ഞാൻ നിന്നെ അറിയുന്നില്ല.
കൂടുതലൊന്നും ഇംഗ്ലീഷ് വേണ്ട ഒന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ വേണ്ട, അറിയാൻ വേണ്ട, അറിയാവുന്ന ഒന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു ഇംഗ്ലീഷ് അറിയാം. എനിക്കൊരു ഇംഗ്ലീഷ് അറിയാം. RS-കാരും BJP-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരൊക്കെ ഇവർക്ക് ചേർന്ന് എന്തിനൊക്കെ എതിർക്കാൻ വരുമ്പോൾ അവർ ചൂടാകുമ്പോൾ ഞാൻ ഒരു ഒറ്റ ഇംഗ്ലീഷ് അടിച്ചു കൊടുക്കും. സുവിശേഷ വിരോധം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരോ മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും വന്ന് എന്നോട് ചൂടായി പറഞ്ഞാൽ ഞാൻ ഒന്നാം കടിക്കും. നെവർ മൈൻഡ്, സാരമില്ല. നെവർ മൈൻഡ്. എന്തിനാ ഈ പറഞ്ഞ പറയേണ്ട ആവശ്യമുണ്ട്? ഇനി കൂടുതൽ മണിക്കൂറൊന്നും പറയേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞതും പോയി, അവന്റെ പ്രാസവും പോയി, അവന്റെ എല്ലാ കുറച്ചക്രവും പോയി. ദൈവമക്കൾ ആരെന്നറിയാമോ? എല്ലാവരും വെള്ളത്തിലായി. എല്ലാം വെള്ളത്തിലായി. എല്ലാവരും പറഞ്ഞു. എല്ലാം ചത്തു പറഞ്ഞു. ഒരു കാര്യം പറയാം. രക്ഷപ്പെട്ടു. കുടുംബം രക്ഷപ്പെട്ടു. ഒരു വാക്യമായിട്ട് അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പുസ്തകം മലാഖി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം 1-3 മാറ്റി വെക്കുക. 1-3 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ഒരു വലിയ സംഭവം ഉണ്ടാകാൻ പോകാൻ നമ്മളുണ്ട്. അന്നിരുന്ന കാലം ലോകം ജലപ്രതി മുക്കി മരിച്ചു. ജലപ്രളയത്തിൽ മുങ്ങി മരിച്ചു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറയിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. തൊഴിച്ചാടി വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. നിങ്ങളും പുറപ്പെട്ടു വരും. എങ്ങനെ വരും? തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ. കങ്ങളെ ഒരമ്മച്ചിക്ക് ഇവിടെയല്ല, കണ്ണടയ്ക്ക് അപ്പുറത്ത് ഒരു അമ്മച്ചിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ഇവിടെയല്ല, കണ്ണടയ്ക്ക് അപ്പുറത്തെ ഒരു അമ്മച്ചിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. അതിന്റെ പാല് കൊണ്ട് അമ്മച്ചി കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അതിന്റെ പാല് കൊണ്ടാണ് അമ്മച്ചിയുടെ കുടുംബകാര്യങ്ങളെല്ലാം നടക്കുന്നത്. 2 മക്കളെയും കെട്ടിച്ചു. 3 പ്രസവത്തിന് പശുവിന്റെ 3 പ്രസവം. അമ്മച്ചിയുടെ ജോലി കുട്ടിക്ക് പാല് കൊടുക്കത്തില്ല. അത് കൊടുക്കാതെ അങ്ങ് ഉണങ്ങി. പിന്നെ നടക്കാൻ വയ്യ. പിന്നെ അമ്മച്ചി എടുത്തുകൊണ്ട് വെക്കും. രാവിലെ പശുവിനെ എടുത്തുകൊണ്ട് വെക്കും. കൊണ്ട് മുലക്കാമ്പ് കാണിച്ചിട്ട് അതിന്റെ അകലെ കാണിച്ചിട്ട് അത് പിന്നെ കൊണ്ടുവെക്കും. പിന്നെയും കൊണ്ടുവെക്കും. അങ്ങനെ എടുത്തോ പിന്നെ വലിച്ചു തുടങ്ങി. ഇളച്ചു തുടങ്ങി. രണ്ടാമത്തെ പശുക്കിടാങ്ങൾ എനിക്കൊരു പശുണ്ടായിരുന്നു. ആശാരി ഉപദേശിക്ക് ഒരു പശുണ്ടായിരുന്നു. അത് 10-30 ലിറ്റർ പാലുണ്ട്. അതിൽ 10-30 ലിറ്റർ പാലുണ്ട്. ഒരു കുട്ടിയെടുക്കാനായി പ്രസവിച്ച അങ്ങോട്ട് ഞാൻ അങ്ങ് അഴിച്ചു വിട്ടില്ല കുട്ടിയെ. ആ പ്രസവിച്ച നാൾ മുതൽ അവനെ കുട്ടിയെ അഴിച്ചു വിട്ടാണ് വീണു. അതേക്കാരൻ മൂലക്കുത്തി താഴെ വീണു. അവനെയും കൊണ്ടുപോയി. ആ പശുക്കുട്ടി അങ്ങ് പിടിക്കാൻ വയ്യ. പിടിക്കാൻ വയ്യ. സഹിക്കാൻ വയ്യ. ആ കുട്ടി ഇളകി കഴിഞ്ഞാൽ പയ്യന്മാരെല്ലാം അകത്ത് കയറി കളയും. അതുപോലത്തെ കുട്ടിയാണ്. ഇപ്പൊ പാല് കുടിച്ചിപ്പം പരിശുദ്ധാത്മാവും പോയി. ഇപ്പം അഭിഷേകം നഷ്ടപ്പെട്ട ചില പാസ്റ്റർമാരുണ്ട്. നാടാഴ്ചയോട് വന്നിട്ട് ദാവീദിന്റെ പ്രസംഗം. ദാവീദാരാ നിനക്കെങ്ങനെ ദാവീദിന്? അവൻ 7-ാം കൽപ്പന വീണ് ആ പാവപ്പെട്ട പെണ്ണുമ്പളെ വശീകരിച്ച് ഇവൻ എഴുത്തെഴുതി അവനെ കൊണ്ട് കൊന്നിട്ട് വന്നിരിക്കാം. പിന്നെ അവൻ 51 സംഗീതത്തിനോ എഴുതിക്കൊണ്ട് നമുക്ക് അല്പം സഹായിക്കാം. അവനെക്കുറിച്ചൊന്നും പറയാനില്ല. ദൈവത്തെ ഓർത്ത് ഉപദേശിമാര് ദാവീദിന്റെ പ്രസംഗം നിർത്തിയിട്ട് യേശുവിന്റെ പ്രസംഗം ഞായറാഴ്ച കുറെ സങ്കീർത്തനമായി ചോദിച്ചുകൊണ്ട് ഇപ്പൊ ഊരേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടിച്ചങ്ങ് പ്രസംഗിക്കുക. ദാവീദിന്റെ കണ്ണും മൂക്കും. നിനക്ക് വേറെ ഒന്നുമില്ലയോ? നീ അങ്ങോട്ട് മാറടാ. നിനക്കെന്ന കാര്യം? നീ പിന്നെ 50 നീയോട് നിന്നോ പറഞ്ഞില്ലോ. പക്ഷേ ദാവീദിനെ കുറിച്ച് ഒരു അടിയടിച്ചു ദൈവം. എന്താ? എടാ, നീ എത്ര എഴുതിയാലും നീ എത്ര പ്രസംഗിച്ചാലും നിന്റെ വീട്ടിൽ നിന്ന് മതിയോ? അവനാ നീ പൊക്കിങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇന്ന് അവനെ താഴെ ഇടണം. യേശുവിനെ പൊക്കണം. യേശുവിനെ ഉയർത്തണം. ഞായറാഴ്ച 2 മണിക്കൂറുണ്ടെങ്കിൽ 10 മിനിറ്റ് പ്രസംഗം. ബാക്കിയെല്ലാം ആരാധന. അത് യേശുവിനെ കുറിച്ച് ആയിരിക്കണം. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണം. പരിശുദ്ധാത്മാവിനെ അഴിച്ചു വിടണം. പരിശുദ്ധാത്മാവിനെ തുറന്നുവിടണം. എല്ലാം എഴുന്നേറ്റാട്ടെ. എല്ലാം ശാന്തമായി എഴുന്നേൽക്കാം. ഒരു വലിയ അനുഗ്രഹം പറയാൻ പോവുകയാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.